അയ്യോ പ്രൈസ് ലോർഡ്. അയ്യോ പ്രൈസ് ലോർഡ്. അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് പറഞ്ഞിട്ട് എന്നാ പറ്റി ഒന്ന് ചോദിച്ചാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ, എന്നാ പറ്റി ഒന്ന് ചോദിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷം. എനിക്ക് ഈ സഭയെ ഭയങ്കര ഇഷ്ടമാണ്. ബഹുമാന്യ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും நல்லா இருக்கீங்களா? சந்தோஷமாக இருக்கீங்க தானே? சிரிச்ச முகமாக இருங்க. இந்த மலையாளியே அப்படி தான். ஒரு மணி ஆயிடுச்சுன்னா அப்படியே முகத்தை காலன் மாதிரி உட்காந்துட்டுப்பாங்க. சிரிச்ச മുഖமாக ഉക്കാറുங்க. പ്രൈസ് ലോർഡ്. ഇപ്പോൾ ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും എത്ര വചനം പറഞ്ഞാലും ഒരു പക്ഷേ ഞങ്ങളിലൂടെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ ഒരു സ്തോത്രമായിരിക്കാം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളല്ലേ, ഒന്ന് നോക്കിയാട്ടെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ മുഖം നോക്കിയാട്ടെ. ഒന്ന് മുഖം പെണ്ണ് കാണാൻ പറഞ്ഞല്ല, ഒന്നുകൂടി നിങ്ങളുടെ അടുത്തിരിക്കുന്ന മുഖം നോക്കിയാട്ടെ. ഭാഗ്യം ലഭിച്ച് നിങ്ങൾക്ക് അവിടെ അടുത്തിരിക്കാൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയ ശേഷമാണ് ഞങ്ങളുടെ തമിഴ്നാട്ടിൽ വേടന്താങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുടെ ഒരു അടിക്കല്ലിട്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടുന്ന് പ്രാപിച്ച ചാർജിൽ പോയാണ് ഇട്ടത്. ദൈവത്തിന് ഞാൻ ഒത്തിരി പേരോട് പറയും, UAE എത്ര സഭകൾ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട സഭകളിൽ വെച്ച് കൃപാവരങ്ങൾ വെളിപ്പെടുന്ന ഒരു സഭ. പ്രൈസ് ലോർഡ്. എന്ത് വെളിപ്പെടുന്ന സഭ? കൃപാവരങ്ങളുള്ള ഒരു സഭ. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, പല ദേശത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട്. കൃപാവരങ്ങളുള്ള ഒരു ചർച്ച അവിടെയുണ്ട്. ഞാൻ ഒത്തിരി ഇവിടെ നിന്ന് ചാർജായി ഞാൻ ചെന്നൈ പോയി. കർത്താവ് ഒരു കാഞ്ചീപുരം വേടന്താങ്കലിലെ ട്രൈബൽസിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ വേല ആരംഭിച്ചു. ദൈവമായി കർത്താവ് 1,20,00,000 അസൂയുള്ള ഒരു ആമീൻ പറയല്ലേ? കണ്ടോ? അതാ അങ്ങനെ. ദൈവത്തിന് മഹത്വം. ആമീൻ പറയല്ലേ? വണ്ണം വയ്ക്കും. ദൈവത്തിന് മഹത്വം പറയില്ല. ആമീൻ. ദൈവത്തിന് മഹത്വം. അല്ലേ? അപ്പോൾ 120,00,000 ദൈവം നമുക്ക് തന്നു. അങ്ങനെ നല്ലൊരു മനോഹരമായ ആലയം തന്നു, പാർക്കാൻ നല്ലൊരു പാർപ്പിടം തന്നു, ഒപ്പം പ്രവർത്തിക്കാൻ 5ഓളം ദൈവദാസന്മാരെ തന്നു. സന്തോഷമില്ലല്ലേ? നമുക്കിവിടെ എവിടെയോ ഒരു അസൂയ ഉണ്ടാവും. ഇവിടെ ഈ അറ്റത്ത്. ദൈവത്തിന് മഹത്വം. നല്ല 400-ൽ പരം കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് തന്നു. ഹല്ലേലൂയ. ആകെ 2 വർഷം പോലും തികഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. 400 കുടുംബങ്ങൾ ദൈവാത്മാവ് തന്നു. പിന്നെ അവിടെ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമ്പോൾ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വർഷിപ്പാണ്. പ്രൈസ് ലോർഡ് പോലെ സ്റ്റാൻഡേർഡ് പ്രൈസ് ലോർഡ് സിസ്റ്റർ. അത് ട്രൈബൽസ് ആണ്. അവർക്ക് നേരെ ചൊവ്വേ വസ്ത്രമില്ലാത്തവരുണ്ട്, കുറുമ്പർ, നരിക്കുറവർ, വേടർ, ഇരുളർ, ഇങ്ങനെ പറയുന്ന വെറും ഡേഞ്ചറസ് 1940-കൾ അവർക്ക് ഇന്നും. പ്രൈസ് ലോർഡ്. അവരുടെ അടുത്ത് പോയിട്ട് അഖണ്ഡവും അജ്ഞാനവും അവർണീയമായ ഈ ലോകത്തിൽ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ നോക്കി ഇത് ഏത് ഏലിയൻ സാധനം അവർ നോക്കും. അവിടെ അവർക്ക് എപ്പോഴും ഞാറ്, കപ്പലുണ്ടി, തണ്ണിമത്തൻ, ആ വിത്ത്, ഏറ്, കാള, പശു, കഴുത, ഇങ്ങനെയൊക്കെ ഇതിലെ കൃഷ്ണന് ഇറക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മഹത്വം. പക്ഷേ അവിടെ ഇവിടെയുള്ള വ്യത്യാസം ഞാൻ പറയാം. ദൈവത്തിന് സ്വന്തം. സമയം ഓടിപ്പോവാ അല്ലേ? സമയം എന്ത് ചെയ്യുക പറഞ്ഞാട്ടെ. കറക്റ്റ് 2 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഡ്യൂട്ടി തരാം. 2 വട്ടം ചുമക്കണം. പ്രൈസ് ലോർഡ്. അപ്പോഴത്തേക്കും ഞാൻ നിർത്തും. ഹല്ലേലൂയ. എങ്ങനെ ചുമക്കണം? അങ്ങനെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഫ്രീ ആയിരിക്കുക. മസിൽ പിടിച്ചിരിക്കരുത്. അവലക്ഷണക്കേടാ. ഞാനൊരു ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായി ജീവിച്ച വ്യക്തിയാണ്. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരാൻ കാരണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനുള്ള ദൈവം, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. ദൈവത്തെ ആരാധിക്കുന്നവരും ജീവനുള്ളവരാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവിടെ ഇവിടെയുള്ള വ്യത്യാസം പറഞ്ഞാൽ ഞാൻ കണ്ടത്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും UAE-യിലുള്ള സ്ഥലവും ഞാൻ ഇപ്പോൾ ഈ 13-ാം തീയതിയാണ് വന്നത്. ദൈവത്തിന് മഹത്വം. ഇതിനിടയ്ക്ക് ഡിബ്ബ, ഫുജൈറ ഒരുപാട് എടുത്ത് പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഭൂതം ഇളകുന്ന കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞേ? പെന്തക്കോസ്ത് സഭയിൽ നിന്ന് ഭൂതം ഇളകുന്നത് ഇപ്പോഴാണ് കാണുന്നത്. ഇവരിലും ഉണ്ടോ ദൈവമേ ഇങ്ങനെയെന്ന്? ഭൂതം ഇളകി അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് പോയത്. ദൈവത്തിന് മഹത്വം. അതാ ബഹുരസമായത്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഭൂതം ഇളകിപ്പോയി. ചില രോഗികളുടെ മേലിൽ നിന്നും ഭൂതം ഇളകിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ അവരുടെ മേലിൽ നിന്ന് ഭൂതം പോയി. പക്ഷെ ഭൂതം കൊണ്ടുവന്ന സാധനം അപ്പോഴും കിടക്കുക. എന്തുവാ? രോഗം, ദാരിദ്ര്യം, ഞെരുക്കം. ശരിയാ, നമ്മുടെ ആൾക്കാർ 10, 15, 20, 30 വർഷം തലമുറ വരുന്നവരൊക്കെ ഉണ്ട്. പിശാച് ബാധിച്ചാൽ, നമ്മൾ പിശാചിനെ ദൈവത്തിന്റെ ആത്മാവിൽ ശാസിച്ചാൽ പിശാച് പോവും. കാരണം പിശാചിനെ പോലെ അനുസരണമുള്ള ഒരാള് ഈ ലോകത്തിലില്ല. നമ്മളെക്കാട്ടിലും അവൻ എന്ത് ചെയ്യും?
ഭയങ്കര അനുസരണം. പ്രത്യേകം നമ്മളെപ്പോലുള്ളവരെ കണ്ടാൽ അവൻ പറയും, ഇതാ വരുന്നവൻ, ബൈബിൾ കൊണ്ട് വരുന്നു, മുട്ടുകുത്താൻ പോയി, എന്നെ അടിക്കാനായിട്ടുള്ള പൊരുക്കമാണ് ഇവൻ്റെ പാസ്റ്റർമാർ. ദൈവം എനിക്ക് വയ്യ, ഇനിയിപ്പോൾ തുടങ്ങും സ്തോത്രം പറഞ്ഞ് എൻ്റെ കൂടെ ഇളക്കാനാണ് ഇവന്മാർ ഒന്നിക്കുന്നത്. ദൈവത്തിന് അവന് വെപ്രാളമാണ് നമ്മളെ കാണുമ്പോൾ. എന്ത് ചെയ്യുക, അവനെ വെപ്രാളമാണ്. പക്ഷെ പിശാച് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പിശാച് പോകും. പക്ഷെ അവൻ കൊണ്ടുവന്ന ചില ഞെരുക്കങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യം അവിടെ തന്നെ വിട്ടേച്ച് പോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആദിവാസികളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശുവിൻ നാമത്തിൽ പോയെന്ന് പറഞ്ഞാൽ അവൻ മാത്രമല്ല പോകുന്നത്, അവൻ കൊണ്ടുവന്ന സാധനത്തെയും കൂടി പിടിച്ചോണ്ട് പോവാ. നിങ്ങൾക്ക് മനസ്സിലായോ? പോന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് ഒരു വെറുങ്കയോടെ. കാരണം വന്നപ്പോ വെറുങ്കയോടല്ലല്ലോ അവൻ വന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പിശാച് വീട്ടിൽ കയറിയത് വെറുങ്കയോടല്ലല്ലോ വന്നത്, എന്തെങ്കിലുമൊക്കെ കൊണ്ടല്ലേ വന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോ നീ വെറുങ്കയോടെ പോകണ്ട. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ പ്രാർത്ഥിക്കും, എത്ര പേർ ആത്മാവിൽ നിറയും, എത്ര പേർ അഭിഷേകത്തിൽ നിറയും. നീ അധികാരത്തോട് പ്രാർത്ഥിച്ചാൽ, നീ അഭിഷേകത്തോട് പ്രാർത്ഥിച്ചാൽ, നീ ദൈവവചനത്തിൽ വേരൂന്നി പ്രാർത്ഥിച്ചാൽ, നിന്നെ വിട്ട് മാത്രമല്ല നിന്റെ അതിനുള്ളിൽ ശത്രു കൊണ്ടുവന്നതും ബാക്കി വെക്കാതെ അവൻ കൊണ്ടുപോകും. അവൻ്റെതൊന്നും ബാക്കി കാണത്തില്ല, അവൻ അത് എടുത്തോണ്ട് പൊയ്ക്കോളും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഞാൻ ഇന്നത്തെ ആരാധന എൻജോയ് ചെയ്യുമായിരുന്നു. നമുക്ക് ഇന്നത്തെ ആരാധന നിർത്തല്ലേ ദൈവമേ. ആരംഭത്തിൽ വന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഇന്നത്തെ ആരാധന മേളിൽ കെട്ടിത്തൂക്കിയ ലൈറ്റ് പോലായിരുന്നു. എല്ലാവരും മേലോട്ട് നോക്കിയാട്ടെ. ഏത് ലൈറ്റ്? അതാ ഈ ലൈറ്റ് നോക്കും. ഇങ്ങോട്ട് നോക്കടാ. 3 കത്തി, ബാക്കിയെല്ലാം അവിടെ തന്നെ. ഞാൻ വിചാരിച്ച ദൈവം വഴിമാറി വന്നു. ദൈവത്തിന് മഹത്വം. പിന്നെ അങ്ങോട്ട് ആ ആരാധന കയറി അതാ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ്, ക്യാരക്ടർ, നമ്മുടെ സോറോസ്, നമ്മുടെ ടെംപ്റ്റഡ്, അതെല്ലാം നമ്മൾ വെളിയിൽ കളയും. അറിയാതെ ദൈവാത്മാ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല മാമേ, ബ്രദർ, പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്. വെളിയിൽ ഇറങ്ങിയ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ ആരാധന ഇരുന്ന് ആ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്റെ ഏത് പ്രശ്നത്തെ പരിഹരിക്കുന്നവന്റെ അടുത്ത് തന്നെയാ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. ഏത് പ്രശ്നവും, എന്നെ അലട്ടുന്ന ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിലുകൾ ചാടി കടക്കും. അവൻ നിന്റെ ദീപത്തെ കത്തിക്കും. അവൻ നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മുടെ ആരാധന കഴിയുമ്പോൾ ശത്രു കൊണ്ടുവന്നതല്ല, അടുത്ത സൺഡേക്കുള്ളിൽ അവൻ തന്നെ എന്ത് ചെയ്യട്ടെ, പറഞ്ഞാട്ടെ, കൊണ്ടുപോക്കോട്ടെ. ഇച്ചിരി നിങ്ങൾ വെക്കുകയെന്ന് പറയരുത്. നീ കൊണ്ടുവന്നതെല്ലാം കൊണ്ടുപോയിക്കോ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ചില നേരങ്ങളിൽ ഓപ്പോസിറ്റായി ചിന്തിക്കുക. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ്. ചിലരുടെ മേൽ ദൈവാത്മാ 3 ടൈപ്പ് ബിലീവേഴ്സിനെ ഞാൻ വിശ്വാസത്തിൽ വന്ന് കണ്ടിട്ടുണ്ട്. ആത്മാവിനെ സൈലൻ്റായിട്ട് എന്ത് ചെയ്യും, അവര് ആസ്വദിക്കും. മുട്ടായി കഴിക്കുന്നവരെ നീ എങ്ങനെയാണ് ഈ മുട്ടായി കഴിക്കുന്നത്? കറക്കം മുറുക്കം പറഞ്ഞ് അങ്ങ് വീഴും അല്ലേ, அப்படியே சாப்பிட்டுருல. நிறைய பேர் என்ன செய்வாங்க, அப்படியே ആസ്വദിച്ച്. நிறைய പേര് എല്ലാവരും കഴിച്ചു തീരട്ടെ, ശേഷം ഇവരുടെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമാരെ കൊതി. അങ്ങനെയുള്ളവർ ഇതിനകത്ത് അധികരിക്കുന്നത്. ഇതിനകത്ത് ഇരിക്കുന്നത് അങ്ങനെയുള്ളവർ. നമ്മളൊക്കെ ചേട്ടനാടിമാർ ജനിച്ചവരല്ലേ. പ്രൈസല്ലോ, പ്രൈസല്ലോ. ആദ്യത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ആത്മാവിന് എന്ത് ചെയ്യും, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. അവരുടെ അടുത്ത് നിന്ന് ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞാൽ പറയും, ശല്യം നശിപ്പിച്ച. വേറൊരു കൂട്ടരുണ്ട്, അവരിങ്ങനെ അമ്മമ്മ ആടുന്നുണ്ട്, ആടുമാമേ എന്തിനാ നിർത്തുന്ന ആട്, നീ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തരുത്, നീ ആടിക്കോ, അതിനെന്താ, ഞങ്ങളൊന്നും പറഞ്ഞില്ല, അത് വേണ്ട. ചിലർ അവരുടെ അകത്ത് ആത്മാവ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യുക പറഞ്ഞാട്ടെ. അവര് ഇവിടെ അല്ല, അവരിങ്ങനെ ചിലർ വെറുതെ ഇരിക്കത്തില്ല. ചിലർ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലോറിയൊക്കെ പറയും. ദൈവത്തിന് മഹത്വം. ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മാവിനെ വിവിധ തലത്തിൽ
ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്ന കടലിന്റെ മുമ്പിൽ ഒരു വലിയ പ്രവാഹത്തിന് വേണ്ടി ആരോ കാത്തിരിക്കുന്നത് പോലെ ആ ദൈവ സാന്നിധ്യം എനിക്ക് ഇന്ന് അനുഭവിക്കണം. ആ തിരമാല എന്റെ മുകളിൽ പെയ്യണം. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു പ്രവാഹം പോലെ എന്റെ മേൽ രക്തം ചെയ്യും. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിച്ച്, കർത്താവെ, ദൈവം കഴിഞ്ഞ രാത്രി എനിക്ക് വചനം തന്നു. ഞാൻ കർത്താവിൽ നിന്ന് വചനം പ്രാപിച്ചു. ആ പ്രാപിച്ചത് സെന്റ് തോമസ് മരിച്ചത് ഞങ്ങളുടെ നാട്ടിലാണ്, തമിഴ്നാട്ടിലാണ്, മൈലാപ്പൂരിലാണ്. ആദിവാസികൾ ഈട്ടിക്കൊണ്ട് എറിഞ്ഞു വന്നതാണ്. അപ്പം അദ്ദേഹം ഉള്ള നാട്ടിലല്ലേ ഞാൻ ഉണ്ടായത്. അപ്പോൾ സംശയം ഇച്ചിരിയൊക്കെ അവിടെ കാണും. അപ്പോൾ എനിക്കൊരു സംശയം, ദൈവം ഈ വചനം തന്നെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞ് എനിക്കത് കൺഫേംഡ് ചെയ്യണമെന്ന് പറഞ്ഞ്. പേരെന്നാ ബ്രദർ? സിജി ബ്രദർ ഇവിടെ വന്ന് എനിക്ക് ദൈവം തന്ന ആ വചനത്തെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് വെച്ചു. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ നിർത്തുന്നിടത്ത് ദൈവം തുടങ്ങും. മോശ മരിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്ലാൻ എല്ലാം വൈൻഡപ്പ് ആവത്തില്ല. ദൈവത്തിനറിയാം ഇതിനെങ്ങനെ പൂർത്തീകരിക്കണം, ഇതിനെ എവിടെ റീകണ്ടിന്യൂ ചെയ്യണം, ആരെ കൊണ്ടുവന്ന് റീകണ്ടിന്യൂ ചെയ്യണം, എവിടെ എപ്പോൾ ആരെങ്കിലും നിന്നോട് പിണങ്ങി, നിന്നോട് മിണ്ടുന്നില്ല, സഹകരിക്കുന്നില്ല, മിണ്ടിക്കൊണ്ടിരുന്നവർ സഹകരിച്ചവർ വിട്ടിട്ട് പോയി. ഞാൻ ഒറ്റയ്ക്ക്. ദൈവത്തിനറിയാം അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ അടുത്ത ആള് ദൈവം എൻട്രൻസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആ പ്രവചനത്തെ നീ സ്വീകരിക്ക. ഹല്ലേലൂയ. ദൈവത്തിനറിയാം നെക്സ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് നെക്സ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് അടുത്ത ആളെ കൊണ്ടുവന്ന് നിന്റെ കൈ പിടിച്ച് ദൈവത്തിന് അടുത്ത സ്ഥലത്ത് എത്തിക്കാൻ അറിയാം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കൺഫേംഡ് ചെയ്ത് ഇത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ ഞാൻ കർത്താവ് വളരെ വളരെ വിലപ്പെട്ടതും നിങ്ങൾ കേട്ടതുമായ വചനം ഇത് എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്ന ആലോചന എന്തെന്നാൽ 2 തിമോത്തിയോസ് 1:7 7-8 സിജി ബ്രദർ പറഞ്ഞത് തന്നെയാ. അപ്പം നിങ്ങൾ ആരും പറയുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും വെറുതെ ഇരുന്ന വായിച്ചേ. 2 തിമോത്തിയോസ് 2 തിമോത്തി chapter 1:7 വായിച്ച മോളെ. 6-7 വായിക്കടാ. 6-7 വായിക്കേ. ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. 6-7 6ാമത്തെ വാക്യം വായിച്ച മോളെ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ നിനക്ക് കിട്ടിയ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന്. എന്റെ കൈവെപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരം നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വരി. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. മതി. ഇനി നിങ്ങൾ ആ വേദപുസ്തകം അടച്ചാട്ടെ. ഇനി ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുന്നത് അവലക്ഷണം കേടാ. എന്നെ നോക്കിയേ. ഒരു ജാതിനും അമ്പലത്തിൽ വന്ന് തല കുണിഞ്ഞിരിക്കത്തില്ല. അവൻ കാണുന്ന ആ കല്ലിനെ കാണാൻ വന്ന ഒരു ജാതി. നമ്മൾ ദൈവമക്കൾ തല നിവർന്ന് നിൽക്കാവും. തല നിവർന്ന് നോക്കണം. കാഷ്വൽ 1000 പേയ് നിനക്ക് ചുറ്റിന് അളരും. നിന്റെ കണ്ണിൽ ഒരു ഭയം കാണരുത്. എന്നും പോലെ ഇന്നത്തെ പോലെ കാഷ്വലായിട്ട് അവിടെ നോക്കി വേണം. എങ്ങനെ ഇരിക്കണം? ഒരു വിറയിലിരിക്കണം. നീ പലതും കാട്ടിക്ക, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ദൈവം നിനക്കൊരു ധൈര്യം തന്നിട്ടുണ്ട് അല്ലേ? ഇനി ആ വചനത്തെ വ്യാഖ്യാനിക്കുക. ശ്രദ്ധിച്ചേക്ക്. പൗലോസ് പറയും എന്റെ കൈവെപ്പിനാൽ നിനക്ക് എന്ത് ലഭിച്ചു? കൃപാവരം ലഭിച്ചു. ഈ കൃപാവരം ദൈവം ആർക്ക് കൊടുക്കുന്ന അറിയാമോ? ഭീരുവിന് കൊടുക്കത്തില്ല. പറഞ്ഞാട്ടെ. ദൈവം ആർക്ക് കൊടുക്കും? കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഭീരുവിന് ദൈവം കൃപാവരം കൊടുക്കത്തില്ല. ഞാൻ ഞാൻ പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. വാ തുറന്ന് പറയാൻ പറഞ്ഞ വാ തുറന്ന് തന്നെ പറയണം. ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ ദൈവം എടുത്തു കളയും. ഒന്ന് കൈ കൊടുത്തൊന്ന് പറഞ്ഞാട്ടെ. ഭീരുത്വം ഉള്ളവന് ദൈവം കൃപാവരം കൊടുക്കത്തില്ല. പിന്നെ ആർക്കാണ് ദൈവം കൃപാവരം കൊടുക്കുന്നത്? ആർക്കാണ് ദൈവം കൃപാവരം കൊടുക്കുന്നത്? ജ്വലിപ്പിക്കുന്നവൻ, ജ്വലിപ്പിക്കാൻ തയ്യാറായവൻ. ഞാനുണ്ട്, എന്നെ കൊണ്ട് പറ്റും, ദൈവം എന്നിലൂടെ ചെയ്തെടുക്കും, എനിക്ക് ഭയമില്ല. ഭയമില്ലാത്തവനാണ് ദൈവം അവൻ കൃപാവരങ്ങൾ കൊടുക്കുന്നത്. ഭയമില്ലാത്തവനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കൃപാവരങ്ങൾ കൊടുക്കുന്നത്. ഭയം അവന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം. ഒരുത്തന്റെ സംസാരം ഒരു ദൈവ പൈതലിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇവൻ ഭയന്നവനാണോ, ഭയത്തെ ജയിച്ചവനാണോ, ഭയത്തെ ജയിച്ചുകൊണ്ടിരിക്കുന്നവനോ, ഇവൻ ഏത് ആത്മാവിലാണ് ഇരിക്കുന്നത്? ഇവൻ അശുദ്ധിയുടെ ആത്മാവിലാണോ, ദുരാത്മാവിലാണോ, ദൈവാത്മാവിലാണെന്ന് അവന്റെ കൂടെ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളിൽ അടുത്ത സൺഡേക്കുള്ളിൽ ആത്മാവിൽ നിന്ന് പ്രാപിച്ച് പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ പ്രാപിച്ച് പ്രിയ മകനോട് ചേർന്ന് പറയുന്നു. അതെ, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഉള്ളിൽ മാനുഷിക ഭയങ്ങളുണ്ട്. ആ ഭയങ്ങളെ ഞങ്ങൾ ഫ്രീസ് ചെയ്യുകയാണ്. എല്ലാവരും പറഞ്ഞ ഫ്രീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഭയങ്ങളെ ഞങ്ങൾ ഫ്രീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർ അധികാരത്തോട് പറയും, എനിക്കെതിരെ ചലിക്കുന്നതിനെല്ലാം ഞാൻ നിശ്ചലമാക്കുകയാണ്. നിശ്ചലം. ആത്മാവിന്റെ അധികാരത്തോടെ ഞാൻ നിശ്ചലമാക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ വാക്കൊക്കെ എന്നെ ചാടിപ്പിക്കുക. ആ കോർണറിൽ എന്നാ എഴുതിയിരിക്ക്? அங்க என்னம்மா எழுதிருக்க சொல்லுமா? எப்படி என்ன எழுதிருக்கு? என்ன ஃப்ரீஸ்னா என்னப்பா? என்ன பாசையா? എനിക്ക് ദൈവം തന്നത് നിർത്തുക, അതിനെ നിശ്ചലമാക്കുക. ചലിക്കുന്നത് എന്ത് ചെയ്യുക? ആറടി പോലും ഇല്ലാത്തവൻ ഞാൻ യുദ്ധം ഒന്ന് തീർക്കട്ടെ അതുവരെ സൂര്യ 6 അടി പോലും പൊക്കമില്ല. എത്ര ധൈര്യം അല്ലേ അയാൾക്ക്? മോളെ 4 അടി 5 അടി ഉള്ള നീ പറഞ്ഞാൽ ദൈവം കേൾക്കത്തില്ലേ? ശിശുക്കൾക്കും മുല കുടിക്കുന്നവരുടെ വായിൽ നീ വിശ്വാസത്തോടെ നിറഞ്ഞ സൂര്യ ചന്ദ്ര നീ ഗിബെയോനിലും ആ വചനം എങ്ങനെ പറയുന്ന? ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവം അനുസരിച്ചു. ദൈവം ഒരു മനുഷ്യനെ അനുസരിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ അനുസരിക്കുമെങ്കിൽ, ഒരുത്തനെ ദൈവം അനുസരിക്കുന്നുവെങ്കിൽ അപ്പൊ അവൻ ദൈവത്തോട് എത്ര ബന്ധമുള്ളവനായിരിക്കും. അതൊരു വിഷയമാണ്. ഒരു മനുഷ്യനെ ദൈവം അനുസരിക്കുക. അവൻ പറയുന്നത് ദൈവം കേൾക്കുക. അവൻ എന്താണോ പറയുന്നത് ദൈവം അത് കേൾക്കുക. ഈ ദിവസങ്ങളിൽ നീ പറയുന്നത് ദൈവം കേൾക്കണമെങ്കിൽ ഇന്ന് ദൈവം നിന്നോട് പറയുന്നത് നീ കേൾക്കണം. ഇന്ന് നീ കേട്ടാൽ ഇനി പറയുന്നത് നീ പറയുന്നത് ദൈവം കേൾക്കും. എല്ലാം നിശ്ചലമാവും. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ സംസാരിക്കുന്ന നാക്ക് നിശ്ചലമാക്കും. നുണ, പരദൂഷണം, നിനക്ക് നേരെ പറയുന്ന നെഗറ്റീവ് തോട്ട് യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ ചലിക്കുന്ന നെഗറ്റീവ് എനർജി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അതിനെ നിശ്ചലമാക്കുകയാണ്. ഒരു ദൈവ പ്രവൃത്തി നിന്നെ എതിരേറ്റു വരും. ഒരു ദൈവ പ്രവൃത്തി നിന്നെ എതിരേൽക്കാൻ പോകുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി ആ വാക്ക് ഇതാണ്, ഭീരുത്വത്തിന്റെ എന്ന് പറഞ്ഞാട്ടെ. ഭീരുത്വത്തിന്റെ ഭയമില്ലാത്തവർ ആരാ ബ്രദർ? ഭയമില്ലാത്തവർ എല്ലാവർക്കും എന്തുകൊണ്ട്? ഭയമില്ലാത്തവർ ആരാ? സെമിത്തേരി വഴി പോയവരും ഇന്നും എന്നും കൂടെയുണ്ട് നാഥൻ എന്ന് പാടിപ്പോയവരൊക്കെ നമ്മളുണ്ട്. സെമിത്തേരി വഴി പോയാലും സ്തോത്രം. ഭാര്യയുടെ കൂടെ ഒരിക്കൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആദിവാസികളെ നരബലിയൊക്കെ നടത്തുന്ന സ്ഥലം മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ എനിക്ക് പേടിയുണ്ട്. പക്ഷേ മലയാളിയല്ലേ, അവൾ മലയാളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ആന്ധ്രയിൽ. ഇവള് നിങ്ങൾക്ക് പേടിയില്ല? ഞാൻ പറഞ്ഞ് അതിലും വലിയ ആൾക്കാരൊക്കെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഇതൊന്നും, നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു നീ അങ്ങനെ ഏറ്റെടുത്താൽ അതിൻ്റെ എൻ്റെ തെറ്റല്ല. ചിലർക്ക് പറഞ്ഞില്ലെങ്കിൽ സ്വയം ഏറ്റെടുക്കുന്ന കഴിവുണ്ടേ. നമ്മൾ എത്ര തുണിത് പറഞ്ഞാലും ചിലർ ഏറ്റെടുക്കത്തേ ഇല്ല. ചിലരോട് ഒന്നും പറഞ്ഞ സ്വയം ഏറ്റെടുത്തോളൂ. ഇത് എന്റെ മാത്രമാണ് ഇത് പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. എന്തിനാ മോളെ പരീക്ഷയെ പേടിക്കുന്നേ? എന്തിനാ മോളെ ജീവിതത്തെ പേടിക്കുന്നേ? ഭാവിയെ പേടിക്കുന്നേ? ഭീരുത്വത്തിന്റെ ആത്മാവിനെയാണോ നീ പ്രാപിച്ചത്? അസാധാരണമായ അഭിഷേകത്തെ അല്ലേ നീ പ്രാപിച്ചത്? നിന്റെ അപ്പൻ ആത്മാവിൽ ആരാധിക്കുന്നു, നിന്റെ അമ്മ ആത്മാവിൽ ആരാധിക്കുന്നു, നിന്റെ കുഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നു. പിന്നെ നീ ആരെയാ പേടിക്കേണ്ടത്? നിന്റെ വീട്ടിൽ അഭിഷേകമുള്ള ഒരു തലമുറയുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്റെ സഭയിൽ അഭിഷേകമുള്ള ഒരു ജനറേഷൻ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നീ എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞോട്ടെ, ഒരു ചെറിയ സാക്ഷ്യം. ഒരു ചെറിയ സാക്ഷ്യം, ഒരു 10 മിനിറ്റ്. കാഞ്ചീപുരം പോയി കർത്താവ് ഒരു സ്ഥലം കാണിച്ച് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി ചെന്നോണ്ട് കർത്താവ് കറക്കി കുത്തെന്ന് പറയത്തില്ലേ, ജീവിതത്തിൽ ചിലപ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയാതെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കട്ടെ ഒരു നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഈ ശിക്കാരി ശംഭു വായിച്ചവരുണ്ട് ബാലരാമയില്? ഇല്ല, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം.
അത് വാങ്ങാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം. ശിക്കാരി ശംഭു, വിക്രമൻ, മായാവി, ശിപ്പാണ്ടി, മാജിക് മാലു വായിച്ചിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് കളിക്കരുത് ഇവിടെ. ചുമ്മാ ആരോടാ? എന്നോടോ? നിങ്ങൾ എന്നോട് ഒരു സ്റ്റാൻഡേർഡ് കളിക്കുക, ഒരു വിജയിക്കത്തില്ല. ബാലരാമ വായിച്ചവരൊക്കെ ഇതിനകത്തില്ലേ? ബാലഭൂമി വായിച്ച കളിക്കുടക്ക എങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ ഇതൊക്കെ വായിച്ചിട്ടാണ് മലയാളം പഠിച്ചത്. പ്രൈസ് അല്ലോ. മലയാളം പഠിച്ചത് അങ്ങനെയാ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ഗോഡ്. അല്ലല്ലേ? അങ്ങനെ കറക്കി കുത്തും എന്ന് പറയുന്ന പോലെ ഞാനും ദൈവം എനിക്ക് തന്ന ഒരു സ്ഥലം കാണിച്ചു, പോടാ അവിടെ പോയി പ്രവർത്തിക്കുക. നേരെ ചെന്ന് പോയി നിന്നത് എൻ്റെ അച്ഛാ എവിടെയെന്നറിയാമോ? സ്വന്തം ഒരു സ്ഥലം കണ്ടു. ഈ സ്ഥലത്ത് ഞാൻ നിനക്ക് ആലയം കെട്ടാൻ പോവാ. നിനക്ക് ദൈവം, നീ ഇവിടെ നിന്നാണ് വളരാൻ പോകുന്നത്. ഇവിടെയാണ് നീ മരിക്കത്തുള്ളൂ. ഇവിടെ ആൾക്കാർ നീ അടിച്ചു കൊല്ലുന്നത്, നീ എന്നെ രക്തസാക്ഷിയാവുന്നതും എല്ലാം വ്യക്തമായി. ഓക്കെ കർത്താവ്, എഗ്രി, തീർന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, സ്ഥലം വാങ്ങിച്ചു, കല്ലിട്ടു. ദൈവത്തിന് സ്തോത്രം. ജനനവും മരണവും വെളിപ്പെടുത്തി തന്നു ദൈവം എനിക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ പറഞ്ഞു പോവാന്നാ. ആലപ്പുഴക്കാരി ചോദിക്കുക, പോയിട്ട് വരാന്ന് പറ. ദൈവത്തിന് മഹത്വം. വരുന്നതൊക്കെ ഗ്യാരണ്ടി അത് മേളില. എന്റെ സഹോദരൻ പറഞ്ഞ പോലെ അതിര് തീരുമാനിക്കും ദൈവം. ഞാൻ എവിടും വരെ ആയുസോടെ ഇരിക്കണം ദൈവം. അതിനകത്ത് ഒരു ലിറ്റിൽ എന്തുവാ ജപ്പാനിൽ വീണ ലിറ്റിൽ ഒരു ബോംബ് എന്നെ എന്ത് ചെയ്യത്തില്ല. പറഞ്ഞാട്ടെ, എനിക്കൊന്നും ഭവിക്കില്ല. നേരെ ചെന്ന് ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ വിലപ്പെട്ട ഒരു സാക്ഷ്യം. നേരെ ചെന്ന് പ്രാർത്ഥിച്ചു, സ്ഥാപിച്ചു. വളരെ സന്തോഷത്തോടെ ആദ്യ ദിവസം, രണ്ടാം ദിവസം കഴിഞ്ഞ് ആളുകളെ ഈ ഫസ്റ്റായിട്ട് ആത്മാക്കൾ, നമ്മളെ പുതിയ ആൾക്കാർ വരുമ്പോൾ ആ ഗ്രാമക്കാർ നമ്മളിങ്ങനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പുതിയ ആത്മാ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ നോക്കി കൊല്ലുന്നവരെ കണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും എന്നെ നമ്മളെ പേടിച്ചു പോത്തില്ലേ? കൂളായിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ആരെയും വിറപ്പിച്ച് നോക്കരുത് കേട്ടോ. കൂളായിട്ട് വരുന്നവരെ സന്തോഷത്തോടെ അവരെന്ത് ചെയ്യണം? വാ, വെൽക്കം ചെയ്യണം. അവരെയും കൂടെ വിറപ്പിച്ച് നിങ്ങൾ, അവർ വിറയ്ക്കുമ്പോൾ നിങ്ങൾ വിറയ്ക്കും. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഗ്രാമത്തിൽ പോയപ്പോൾ ജനമെല്ലാം എന്നെ എന്ത് ചെയ്യുക, என்னடா யாரா அவன் புதுசாக வந்திருக்கான் கேரளாக்காரன் அப்படின்னா. இனிமே கொஞ்சம் தமிழில் பேசுவோம், மன்னிச்சிருங்க. தமிழ் தெரியும் தானே? തമിഴിൽ നിന്നാണ് മലയാളം വന്നത്. ചില മലയാളിക്ക് ഈ തമിഴന്മാരെ കാണുമ്പോൾ സോറിയാസിൻ്റെ അസ്വസ്ഥതയുണ്ട്. അതെനിക്കറിയാം. ദൈവത്തിന് മഹത്വം. അത് ഞാൻ അവിടെ നിൽക്കുന്നത്, ഞാൻ അവിടെ തൊടുന്നില്ല. ദൈവത്തിന് മഹത്വം. അത് അവിടെ ഇരിക്കട്ടെ. പ്രൈസ് ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് നേരെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രവർത്തിക്കാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് അവിടെ ഈ നിങ്ങൾക്കറിയാമോ ഈ ഹിന്ദുക്കൾ അരുൾവാക്കുണ്ട് വാങ്ങ, നമ്മൾ മലയാളത്തിൽ വെളിച്ചം. എന്നെ പോലെ ഒരുത്തൻ അവിടെ പുതിയതായിട്ട് സ്ഥലം വാങ്ങി അവൻ അമ്പലം കെട്ടി അവന്റെ പരിപാടി തുടങ്ങുക. ഇവന്റെ അടുത്താ ദൈവം എന്നെയും കൊണ്ടുപോയി. രണ്ട് രീതിയിലാണ് ദൈവം ചിലരെ കൊണ്ട് ശത്രുവിനെ ആക്രമിക്കുന്നത്. ചിലർ ശത്രുവിനെ ആക്രമിക്കുന്നത് കൊയ്യാൻ പോകുന്ന പോലെ. അറ്റത്ത് നിന്ന് എന്ത് ചെയ്യും? ഒരറ്റത്ത് നിന്ന് ഇത് ചിലരെ ദൈവം കൊണ്ടിരുന്ന് നേരെ സിംഹാസനത്തിന് കീഴില. ആരുടെ? നീ എവിടെ പാർക്കുന്നു വന്നു? ചില ദൈവമക്കളെ ദൈവം നേരിട്ട് എവിടെ കൊണ്ട്? ശത്രുവിന് മുന്നിൽ കൊണ്ട് നിർത്തും. ഇൻട്രഡക്ഷൻ ഒന്നും ദൈവം തരത്തില്ല. ഇൻട്രഡക്ഷൻ. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. ആൾക്കാരെ മനസ്സിലാക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി, പെതുക്കെന്ന് പ്രാർത്ഥിച്ച് ഉപസിച്ച് ആരാധിച്ചൊക്കെയാ ഓരോരുത്തരും ഓരോ കേട്ട്. എന്നെ ദൈവം നേരെ എവിടെ കൊണ്ടുപോയി? അവന്റെ തലയിലാണെങ്കിൽ എന്റെ പൊന്നച്ച മുടി വെട്ടിട്ടില്ല, കുളിച്ചിട്ട് പോലില്ല. അവന്റെ തലയിൽ இந்த ஜடை இருக்குல்ல, ஜடை பார்த்துருக்கீங்களா? அந்த ஜடையை ரவுண்ட் பண்ணி அப்படி வச்சு மூடி வச்சிருக்கான். അവനെ എല്ലാവരും കാണുമുണ്ടല്ലോ. എന്നെ നോക്കിക്കേ, അവനെ ആര് കണ്ടാലും വേണ്ട. കാരണം അവന് എല്ലാവരും എന്നെ നോക്കണം. എല്ലാവരും എന്നെ നോക്കണം. തല കുനിഞ്ഞ ഇടി വീഴും, തലമേൽ ഇടി വീഴും. എന്നെ നോക്കണം. ഇവൻ ആരെ കണ്ടാലും കേട്ടോ മോമേ, ഇവന്റെ കണ്ണ് എങ്ങനെ ആരെയും നോക്കുന്നേ? എങ്ങനെ നോക്കുന്നേ? ഈ കണ്ണെല്ലാം കൂടെ ഇവന്റെ ശക്തി ഉള്ളത് എവിടാ? കമോൺ, ഇവന്റെ ശക്തി എവിടെയാ വെച്ചേക്കുന്നേ? ഇവന്റെ ഈ കണ്ണ് ഇങ്ങനെ കാണുമ്പോ ഈ ആൾക്കാരെന്ത് ചെയ്യും? പുതിയ ഒരു അവതാരം ഞാൻ പോയി അവിടെ ഇറങ്ങി. നമ്മൾ എത്ര ഉരുട്ടലും വിരട്ടലും നമ്മൾ കണ്ട പോരാത്തതിന് 24 വർഷം മലയാളക്കരയിലായിരുന്നു ഞാൻ. നമ്മൾ കാണാത്ത കണ്ണുരുട്ടല്ലോ. ദൈവത്തിന് മഹത്വം, സ്വത്രം. നമ്മൾ 24 വർഷം എത്ര മലയാളിയുടെ കണ്ണുരുട്ട് കേട്ടേ ഞാൻ വളർന്നത്. ഇവൻ എന്നെ ഒന്ന് എന്ത് ചെയ്യാൻ നോക്കി? ഞാൻ കാഷ്വലായിട്ട് അവനെ നോക്കി. ഇവന് മനസ്സിലായി ഇവന്റെ കച്ചവടം എന്ത് ചെയ്യാൻ പോവാ. ഞാൻ ഓരോ വീടുകളിൽ കയറി സുവിശേഷം ഓരോ വീടുകളിൽ കയറി എന്ത് ചെയ്യുക?
ആത്മാവിൽ നിറഞ്ഞ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈവൻ അവിടെ ഉള്ള ആളുകളുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ആൾക്കാരുടെ മേളിൽ നിന്ന് കറുപ്പൻ അറുപ്പൻ ഇരുപ്പൻ പറഞ്ഞ് ഓരോന്നിനെ ഇറക്കി വിടും. ഇവൻ ഇറക്കി വിടുന്നതിന് ഞാൻ പ്രാർത്ഥിച്ച് ഇവന്റെ ദേഹത്ത് തന്നെ കയറ്റും. മനസ്സിലായില്ല? ഇവൻ ഇറക്കി വിടുന്ന എല്ലാം പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഇവൻ ഇളക്കി വിടുന്നല്ല ഇവന്റെ മാറി തന്നെ തറക്കട്ടെ. ഓരോ ദിവസവും ഇവന് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടെ, ഒരു ദിവസം വീടിന്റെ മുന്നിൽ കൂടെ നോക്കി ഞാൻ ആത്മാവിൽ എല്ലാവരും പീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രാവിലെ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ദൈവാത്മാരെ നീ വെളിയിൽ പോയി നിൽക്കാൻ. വെളിയിൽ പോയി നിൽക്കുമ്പോൾ ഇവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കോഴിത്തല ഇട്ടിട്ടാണ് നടന്നു പോകുന്നത്. എന്തുവാ? ഒരു കരിങ്കോഴി അറിയത്തില്ല, കോഴിത്തല ഇട്ടിട്ടാ പോയത്. ഞാൻ പറഞ്ഞ് അണ്ണാ നില്ലണ. മലയാളിയുടെ അത്ര വിവരമൊന്നും ഈ പാവം എനിക്കില്ല, ആന്ധ്രക്കാരനല്ലേ. അണ്ണാ പുറമേ പോയി, അണ്ണാ നില്ല. ഏന്നാ നീ കോഴിയോടെ തലമട്ട ഒരു കോഴിയെ തന്നിട്ട് പോണ വറുത്ത് സാപ്പിട. നമ്മളോടാ പണി. ദൈവത്തിന് മഹത്വം. കോഴിത്തല എനിക്ക് തന്നിട്ട് ബാക്കി നീ തിന്ന. ആ പരിപാടി. നീ മൊത്തം കോഴി എനിക്ക് തന്നിട്ട് പോ, ഞാൻ നോക്കിക്കോളാം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു പണി നമ്മുടെ അടുത്ത് നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ അടുത്ത് ഒരു പണിയും നടക്കത്തില്ല. ആരാധിക്കുന്നവന്റെ അടുത്ത് ഒരു പണിയും നടക്കത്തില്ല. ആത്മാവുള്ളവന്റെ അടുത്ത് ഒരു വേലയും നടക്കത്തില്ല. ആഭിചാരം, മന്ത്രവാദം, ഒരു കാര്യം പ്രാർത്ഥിക്കുന്നവനെതിരെ ചലിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. എത്ര പേർക്ക് ആ തീ അകത്ത് വ്യാപരിക്കുന്നു? എത്ര പേർക്ക് ആ തീ, ആ വചനം പറഞ്ഞ് വ്യാപരിക്കുന്നത്? ഞാൻ കഥയല്ല പറയുന്നത്, സംഭവം നടന്ന അനുഭവം. ആരാധിക്കുന്നതിന് മുമ്പിൽ ഒരു ബാധയും നിലനിൽക്കത്തില്ല. അതിന് ആയുസ് കുറവാ. കരം കൊടുത്ത് പറഞ്ഞു, നിന്റെ പ്രശ്നത്തിന് ആയുസ് കുറവാ. ഒന്ന് പറഞ്ഞാട്ടെ, സ്തോത്ര. വിശ്വാസത്തോട് പറഞ്ഞേ, നിന്റെ പ്രശ്നത്തിന് ആയുസ് വളരെ കുറവാ. നീ ഇപ്പോൾ കാണുന്ന പ്രതികൂലം വളരെ കുറവ്. അതിന്റെ ആയുസ് തീരാറാ. യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ ആരാധന കഴിയുമ്പോൾ നിന്റെ പ്രശ്നം ടെമ്പററിയാണ്. നിന്റെ പ്രശ്നങ്ങൾ ടെമ്പററിയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ടെമ്പററി ടൈം മാത്രമാണ്. നിങ്ങളാണ് അത് ചിന്തിച്ച് അതിനെ ലാഗാക്കുന്നത്. വലിച്ചു റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി അതിനെ ഭയപ്പെടുന്നത്. സെറുബാബേലിന്റെ മുമ്പാകെ നിൽക്കുന്ന നീ സമഭൂമിയായി മാറും. ഹല്ലേലൂയ. അപ്പൊ ഇയാള് ആദ്യം തലയിട്ടു. ഞാൻ പോയി പറഞ്ഞ ഒരു കോഴിയെ താണ. പിന്നെ ഞാൻ കാശാല പണി ഉണ്ടക്ക് കോഴി തരമാടാ അവിടെ ഇട്ട് പോയിട്ടാ. ഒരു വാരമായി ഇവന്റെ വീട്ടിൽ ആരും പോകുന്നില്ല. കാരണം എനിക്ക് കാണാം ഇവന്റെ ആ ഒരു അരുൾപ്പാട് പറയുന്ന. ഞാൻ ഓരോരുത്തരും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ നിന്ന് ലാസ്റ്റ് തുടങ്ങി ഒരു 21 ദിവസം കഴിഞ്ഞപ്പോൾ പേരെന്നാ മോളെ? ഉറക്കം പറയടാ ലിനി. 21 ദിവസം ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറയാനേ, അണ്ണാ ഉനക്ക് വേറെ ഇടം ഒന്നില്ല അണ്ണാ. அண்ணா வேற எங்கேயாவது போனா ஏன்னா என் வேலைக்கு வேட்டு வைக்கிற, ஏன்னா எனக்கு வேலை வைக்கிற நான் திருச்சி இருக்கு, மதுரை இருக்கு, தூத்துக்குடி இருக்கு, சென்னை இருக்கு, செங்கல்பட்டு இருக்கு, விழுப்புரம் இருக்கு, எவ்வளோ இடம் இருந்துட்டு ஏன் கீழே ஏன்னா வந்து உக்காந்து உன் வேலையை காட்டுற, தயவு செய்து போனா. எனக்கு மந்திரம் சொல்ல முடியல, என்ன மந்திரம் சொல்ல முடியல, சாபம் விட முடியல, என்ன செஞ்சாலும் அது உடைஞ்சிடுது, என்ன செஞ்சாலும் உடைஞ்சிருது. யாரு உடைக்கிறாங்க? മനസ്സിലാവുന്നുണ്ടോ? யார் உடைக்கிறாங்க? நான் ஆராதிக்கிற கர்த்தர், எனக்குள் இருக்கிற அபிஷேகம், எனக்குள்ள இருக்கிற தேவனுடைய கிருபை, என் மேல் ஆட்கொள்ளுகிற தேவனுடைய வல்லமை, என் மேல் இருக்கிற பரிசுத்த ஆவியானவரின் அக்கினி, தேவனுடைய கண்கள் எனக்கு அனுகூலமா இருக்கு, தேவனுடைய கைகள் எனக்கு அனுகூலமா இருக்கு, தேவனுடைய முகம் எனக்கு அனுகூலமா இருக்கு, தேவனுடைய அபிஷேகம் எனக்கு அனுகூலமா இருக்கு. இயேசுவின் நாமத்தினாலே தேவன் என்னோடு கூட இருக்கிறார். ഹല്ലേലൂയ. കടച്ചിൽ നിന്ന് അവസാനം ഒരു നാള് ഒരു ആദ്യത്തെ ഒരു 30-40 ദിവസം കഴിഞ്ഞ് ഇവനെ വന്നിട്ട് പറഞ്ഞു, നീയേ നിന്നോ, ആരും ഓടിക്കാതെ. ദുഷ്ടൻ കടച്ചില കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീയേ നിന്നോ. എന്റെ മനസ്സിലുള്ള ഒരു സന്തോഷമേ, ഒരാളെ തോപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖം നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ നമ്മൾ തരം താഴ്ത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ? അയ്യോ എന്തോ ഒരു സുഖം അല്ലേ. ഒരാളെ നമ്മൾ കളിയാക്കി
തളർത്ത് കളയുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇവിടെ എവിടെയോ. അയ്യോ, പ്രത്യേകം അവൻ ജാതിനായിക്കൂടെ എന്തോ ഒരു സന്തോഷമായിരിക്കും. നമ്മുടെ അഭിഷേകത്തിന് മുമ്പിൽ ഒരാൾ തോക്കുമ്പോൾ, നമ്മുടെ അഭിഷേകത്തിന് മുമ്പിൽ ഒരു ശക്തി തോക്കുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു സന്തോഷം. സ്തോത്രം. ആ സന്തോഷം ഈ വരുന്ന ദിവസം നിങ്ങൾക്ക് ദൈവം തരും. ഇത് പ്രവചനം, ഇത് ഉപദേശമല്ല, ഇത് പ്രവചനം, ഇത് പ്രവചനം. യേശുവിൻ നാമത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളുടെ മുഖത്തെ നോക്കി ആത്മാവിൽ അരുളപ്പാട് അറിയിക്കുന്നു. ഇത് പ്രവചനം. ഈ ആരാധന കഴിയുമ്പോൾ നിന്നെ തോൽപ്പിക്കുന്നവരെ നീ തോൽപ്പിക്കും. ജാതീയ മണ്ഡലങ്ങളെ, പൈശാചിക ചിന്തകളെ പരിശുദ്ധാത്മാവിൽ നീ ചാടിക്കിടക്കും. അപ്പൊ ഭീരുത്വത്തിന്റെ ദൈവം ആത്മാവിനെ തരുന്നത് ആർക്കാണ്? ധൈര്യശാലിക്കാണ്. ബൈബിളിൽ ധൈര്യമുള്ളവർക്കാ ദൈവം കൃപാവരങ്ങളെ തരുന്നത്. ആത്മാവിന് തരുന്നവരുണ്ട്, കൃപാവരങ്ങൾ തരുന്നത്. ഈ കൃപാവുള്ളവരെ കാണണം. കൃപാവരമുള്ളവരെ കണ്ട ഈ ചർച്ചിലെ ഇങ്ങനെ മുൻനിരയിലിരിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടാമത് തൊട്ടമായിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമേ ഇനി ഇതുങ്ങളെയും കൂടെ ജയിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഇനിയും ഞാൻ ഓടാനുണ്ടല്ലോ. മനസ്സിലായി? ഇനിയും ഞാൻ ഇവരെന്ത് ചെയ്യണം? ഇനി എനിക്ക് ഓടാനുണ്ടല്ലോ. എന്നോടൊപ്പം ഇവര് വരുന്നല്ലോ. ഹലോ, വിശക്കുന്നോ? കൊക്കപ്പുഴു കരയുമായിരിക്കും. ഞാൻ ഇവരെ കാണുമ്പോൾ ഓർക്കാം, ദൈവമേ എനിക്ക് ഇനിയും എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഇവരോട് പോയി എത്തിയല്ലോ. അപ്പൊ ഇവരെ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? അപ്പൊ ഇനിയും ആത്മാവിനെ ഞാൻ പ്രാപിക്കണമല്ലോ. ഇനിയും എനിക്ക് ദർശനം വേണമല്ലോ. ഇനിയും എനിക്ക് ഗ്രാമങ്ങളെ വേണമല്ലോ. അപ്പോൾ ഞാൻ പ്രാപിച്ച അളവ് പോരാ. യേശുവിന്റെ നാമത്തിൽ നീ ആത്മാവിൽ ആരാധിക്കുന്ന ഒരുവൻ നിന്റെ അടുത്തിരുന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്കൊരു ചിന്ത ഉണ്ടാകണം. എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇനിയും ഓടണം, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇനിയും പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവില്ല, ശക്തിയുടെ ആത്മാവ്. ഉറക്കെ പറഞ്ഞാട്ടെ, ആത്മാവ് പറഞ്ഞാട്ടെ. ആമേ. അതാ ദാവീദ് പറയുന്നത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? എന്തിനാ ഇത്ര ഇമ്പോർട്ടൻസ്? ആമേ. അപ്പൻ മൃഗം സഹോദരങ്ങൾ. ആമേൻ. ബേത്ശേബ, പിന്നെ ഗോലിയാത്ത്, അമ്മായിപ്പൻ്റെ പേരെന്നാ, ശൗൽ, അസൂയക്കാരെയും ഉള്ള ഭാര്യ, അവളുടെ പേര് മീഖൽ. നല്ല മനോഹരമാണ്. കുശുമ്പിന് PhD എടുത്തവളാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. അമ്മായിപ്പനാ അസൂയ. ആരാടാ പാട്ട് പാടുന്നത്? ഓ ആമേ. അസൂയ. അമ്മായിപ്പൻ എന്തുവാ? അസൂയ. എനിക്ക് ഒരു 0, ഒരു 0 പേര് അസൂയ. ദൈവത്തിന് മഹത്വം. ഇവരെല്ലാം ദാവീദ് എങ്ങനെ മോളെ ജയിച്ചത്? എങ്ങനെ ജയിച്ചത്? അവൻ എൻ്റെ തലയെ. ഇവനൊന്നും സ്വന്തം കഴിവല്ല അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്. കഴിവല്ല, കൃപയാണ്. അത് ദാവീദ് പറയും. ഇത്രയും പ്രശ്നങ്ങളെ അമ്മാമ്മ പറഞ്ഞ പോലെ ഒന്നിന് പുറകെ അത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്ഥിരം ഉള്ളതാ മാമേ. ജാതികൾക്ക് പോലും പോരാട്ടം ഒന്ന് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അടുത്തൊന്ന് വരും. പക്ഷെ ആരാധിക്കുന്നവന് പോരാട്ടം തോളിൽ മേൽ കൈയിട്ട് വാടാ, നമുക്ക് ഒന്നിച്ച് പോകാം. ആമേ. ഒന്നിലധികം പ്രശ്നം വരുന്നെങ്കിൽ നീ കറക്റ്റ് വെയിൽ യാത്ര ചെയ്യുക. നീ യേശുവിന്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിന് പുറകെ പ്രശ്നം വരുന്നെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന അർത്ഥം. 1000 പ്രശ്നം വന്നാലും കുഴപ്പമില്ല, നീ ദൈവത്തിന്റെ കൈ പിടിച്ചിരിക്കുക എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ചത് ദാവീദ് എങ്ങനെയാ? പറഞ്ഞാട്ടെ, പരിശുദ്ധ ആത്മാവിന്റെ കൃപയാൽ. അതുകൊണ്ടാണ് ഗലാത്യയിലേക്ക് പറയുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാം ഈ വാക്ക്. അതുകൊണ്ട് എന്നെ ചിന്തിപ്പിക്കുന്ന വാക്ക്, ആത്മാവിനെ അനുസരിപ്പീൻ. ചെറുക്ക അങ്ങ് വാ പൊന്നു വാ, ഓടി വാ. യു കം, സീക്കിരം വാടാ, ടൈം ഇല്ലടാ, അത് വേറെ ഓടിയിട്ട് ഇருக்கு, എന്നാ தெரியல கடவுளே. പരിശുദ്ധാത്മാ പേരെന്നാ മോനെ? എല്ലാവരും ശ്രദ്ധ. പരിശുദ്ധാത്മാവ് ബൈബിളിൽ എന്തൊക്കെ പറയുന്നത്? പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്നു എന്നാണ് ഒന്നാമത്തെ ഭാഗം. പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വായിച്ചിട്ടുണ്ടോ? അത് എബ്രായ അർത്ഥത്തിൽ എന്തുവാ? പൊരുന്നിരുന്നു. എന്തുവാ? ഏത് പക്ഷിയാ പൊരുന്നിരിക്കുന്നത്? കോഴി. എത്ര ദിവസത്തേക്കാ? 21 ദിവസത്തേക്ക്. ഈ അമ്മക്കോഴി ഈ മുട്ടയുടെ മേളിൽ ഇങ്ങനെ എന്ത് ചെയ്യും? 21 എത്ര ദിവസം? കോഴി അടയിരുത്തിയവരുണ്ടോ ഇവിടെ? ആർക്കറിയാം? ഈ ഇരിപ്പ് കാണുമ്പോൾ ഇത് അടയിരിക്കുവാന്ന് പറഞ്ഞിട്ടാവും. ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ കോഴി എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കൊട്ടക്കകത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കുരുത്തക്കേടുള്ള നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടി നോക്കാം. അതിന് കൊത്തു വാങ്ങിച്ചതിനകത്തുണ്ടോ? ഉണ്ട്.
അനുഭവമേ ഗുരു. ദൈവത്തിന് ഈ എത്ര ദിവസം ഇരിക്കും ഈ കോഴി മുട്ട 21 days. പലരും 21 ദിവസം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? പ്രൈസല്ലോ. ഇതിന്റെ മേളി വന്നിരിക്കും 10 20 മുട്ട വയ്ക്കും. ഇതിലേതാ ചീമൊട്ട? ഇത് ഏത് പൊട്ടിച്ച് വെളി വരും? തനിയെ പൊട്ടിച്ച് വെളിയിൽ വരുന്നതുണ്ട്, അമ്മ കോഴി പൊട്ടിച്ച് വരുന്നതുണ്ട്, ആയുസിനും വെളി വരാത്തതുണ്ട്. ഞാനിങ്ങനാ 3 ടൈപ്പ് വിശ്വാസി ഇപ്പം പറഞ്ഞത്. നിങ്ങൾ ഏതാണ്? നിങ്ങൾ തന്നെ. ഞാനായിരുന്നു അത്. ആ പാസ് എന്നെയാ പറഞ്ഞത്. ഏറ്റെടുക്കാം, ആർക്കും ഏറ്റെടുക്കാം. ഫ്രീ ആണ് ദൂത്. രക്ഷ ദൂതൊക്കെ ഫ്രീയാ. അപ്പൊ സ്വയം പൊട്ടിച്ച് കോഴിയുടെ മുട്ടയിൽ നിന്ന് കോഴി എങ്ങനെയാ മോളെ വരുന്നത്? എങ്ങനെയാണോ വരുന്നത്? ഒന്നി അമ്മ പൊട്ടിച്ചില്ലെങ്കിൽ ഇത് തന്നെ നിന്റെ ബന്ധനത്തെ ആര് സഹായിച്ചു? നീ തന്നെ പൊട്ടിക്കണം. നിന്റെ പ്രശ്നത്തെ നീ തന്നെ പൊട്ടിക്കണം. നീ ഉപവസിക്കണം, നീ ആരാധിക്കണം, നീ വചനം ധ്യാനിക്കണം, നീ വായ തുറക്കണം, നീ പരിശുദ്ധാത്മാവിൽ നിറയണം. അർദ്ധരാത്രി എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കണം, അതിരാവിലെ ഉണർന്ന് നീ പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. നിന്റെ ബന്ധനം ചില നേരങ്ങളിൽ നീ തന്നെ പൊട്ടിക്കണം. ഇനി നിന്നെ കൊണ്ട് പറ്റുന്നില്ല, നിന്നെ കൊണ്ട് കഴിയാത്തത് എന്റെ അടുത്ത് വന്ന ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷിതാവ് പറഞ്ഞേക്കുന്നത്. അങ്ങോട്ട് വിഷയം പോയാൽ പിശാചിന്റെ അടപ്പളകും. അവനറിയാം ഇവന് കഴിയുന്നില്ലെങ്കിൽ അവിടെ പോകും, നന്നായിട്ട് അറിയാം. അപ്പൊ ഉടനെ എന്ത് ചെയ്യുക? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അധികം പ്രയാസമുള്ളത് കൊണ്ടുവന്ന് പറഞ്ഞ് തള്ളക്കോഴി മുട്ടയെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്റെ അതേ ആത്മാവ് അവന്റെ മേലിൽ. ആടാ നിന്നെ ആടാ തേടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വേണം. ഇപ്പോഴും ഇതിനകത്ത് 2-3 ചീമുട്ട ഇരിക്കുന്നു. ഞാൻ വിരല് ചൂണ്ടിയ നാണക്കേടാ. സ്തോത്രം. നമ്മൾ ചീമുട്ടയായിരിക്കരുത്. നമ്മൾ ഒന്ന് നിന്റെ പ്രശ്നത്തെ നീ തന്നെ പൊട്ടിച്ച് വെളി വരണം. ഇല്ലെങ്കിൽ കർത്താവേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് കർത്താവിലും അവന്റെ നീ എന്നെ ഉടയ്ക്കണമേ, നീ എന്നെ പണിയണമേ, എന്നെ ഒന്ന് ചെത്തണമേ, എന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യണമേ. എൻ്റെ മൈൻഡ്, എൻ്റെ ടങ്, എൻ്റെ ഹാർട്ട്, എൻ്റെ തോട്ട്, എല്ലാ മേഖലയിലും ഓ കർത്താവേ അഗ്നിയിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താടി. 21 ദിവസം ഈ കോഴി, തള്ളക്കോഴി അതിന്റെ മേൽ പൊരിഞ്ഞിരിക്കും അല്ലേ? അങ്ങനെയാ ഇതെന്ത് ജീവൻ പ്രവർത്തി വെളി വരുന്നത്. ഓക്കെ, മടങ്ങി വരാം. ബൈബിളിൽ ചില സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കണ്ടിട്ടോ, പൊരിഞ്ഞിരിക്കും. എന്ത് ചെയ്യും? അപ്പൊ ആൾക്കാർ ചിന്തിക്കും ഇവന്റെ കഥ കഴിഞ്ഞ്, ഇവൻ എന്തോ ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നത്, എന്തുവാ ഈ പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത്? അവളെ നല്ല 1 കിലോ പുട്ടിയും തേച്ചുകൊണ്ട് വന്നിരിക്കും, അനുഗത്തിൽ ആരാധിക്കുന്നത്. ചിലപ്പോൾ ഇത് ദൈവത്തിന്റെ ചൂട് അനുഭവിച്ച് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ചില ദൈവദാസന്മാർ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് അറിയും, ഈ ആഴ്ച അത് അനക്കമില്ല, ആവിയില്ല. ചിലപ്പോൾ ഇതിനെ ദൈവം എന്ത് ചെയ്യുമായിരിക്കും? അങ്ങ് പൊരിന്നിരിക്കുമായിരിക്കും. ആമേൻ പറഞ്ഞില്ലല്ലോ, പ്രൈസ് അല്ലോ. ചിലടത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. എങ്ങനെ വന്നു? വേറൊരിടത്ത് പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്നു. എങ്ങനെ വന്നു? ഇനി ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. നാലെണ്ണത്തിന് വളർത്തിയതാണോ ഞാൻ? ദൈവത്തിന്റെ ആത്മാവൻ എന്ത് ചെയ്യും? ഈ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകുന്ന ചിലരുണ്ട്. അവർക്ക് സ്വന്തം കാലുകളാ ചലിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകും. ഇവൻ ചിന്തിക്കുക, എന്നെ എവിടെയായി ദൈവാത്മാവ് കൊണ്ടുപോകുന്നത്? നീ നിന്റെ കണ്ട്രോൾ വരാൻ ശ്രമിച്ചാലും ദൈവം നിന്നെ വിടത്തില്ല. കാരണം നിന്നെ എടുത്ത് നടക്കുന്നത് ആരാ? നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ എടുത്ത് നടക്കുന്നത് ആരാ? ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചിലരെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് വന്നു. സാധാരണ വിഷയമാണോ? ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്നു, മേളിൽ വന്നു, പൊരിന്നിരിക്കുന്നു. ഓരോരുത്തർക്ക് ഡിഫറെന്റ് ടൈപ്പാണ്. ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉയർപ്പിച്ചു. ദൈവം ഉയർപ്പിച്ച പിന്നെ അവനെ അടക്കാൻ പറ്റത്തേയില്ല. ഇവിടെ താങ്ക് യു മാ, അവൻ ആത്മാവിന്റെ ഉള്ളിലായി ഇപ്പോ. പ്രൈസല്ലോ. ഈ സഭയിൽ ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു 2 മാസം പോലെ ആയില്ല, പേര് ഓർമ്മ വരുന്നില്ല. ഹാർട്ട് സംബന്ധമായ ഒരു വിഷയത്തിന് വേണ്ടി സർജറി ഒരാൾക്ക് വേണ്ടി ഞാൻ അറിഞ്ഞങ്ങനെ എൻ്റെ കാഞ്ചീപുരം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ മുഴങ്ങാൽ മടക്കി. ഞാനും ഗർഭവതിയായ എൻ്റെ ഭാര്യ ഉപവസിച്ചു അയാൾക്ക് വേണ്ടി.
പേര് ഞാൻ ഓർക്കുന്നത്, അതൊരു പേരാ. ഈ ചർച്ചിലാളാ. അദ്ദേഹം ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായി. ഞാൻ ആത്മാവിൽ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് എതിരെ വ്യാപരിക്കുന്ന ഒരു ശക്തി എൻ്റെ പ്രാർത്ഥന മുറിയിൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഞാൻ ആത്മാവിൽ ജാഗരിക്കുമ്പോൾ നീ അവനെ വിടുവിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ പേർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പിശാച് എന്നോട് സംസാരിക്കുക. ഹല്ലേലൂയ. അന്ന് ശക്തമായി പ്രാർത്ഥിച്ച് ആ ശക്തി ഞാൻ ഛേദിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തി ഇതിനകത്ത് നിന്ന് കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആശുപത്രിയിൽ ഏതെങ്കിലും സർജറി സംബന്ധമായി ബന്ധപ്പെട്ട് പോയവർ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ പോലെ നൂറുകണക്കിന് ആളുകൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ദൈവജനം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നോക്കട്ടെ, കർത്താവ് എന്നെ വെളിപ്പെടുത്താം. നിങ്ങൾ ശാന്തമായി ഇരിക്കുക. കരപോയി ദൈവത്തിന് ജോസ് ആരാ? ജോസ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന വിടുതലിനായിട്ട് നന്ദി പറയുന്നു. സ്തോത്രം. ആ ദൂതൻ, ആ മരണ ദൂതൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആത്മാവിൽ ആരാധിച്ചപ്പോൾ അവൻ മൺകൂട ഉടയുന്നത് പോലെ ചെതറുന്നത് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയിലുള്ള അധികാരം. സ്തോത്രം. ഈ സഭയ്ക്ക് ശരിക്കും പോരാട്ടമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സഭ ആരാധിക്കുന്ന സഭ മാത്രമല്ല, പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഭയായത്. ശ്രദ്ധിച്ചവരെ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവാത്മാ പറയുക, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്താ, മിടുക്കരായ പലരെയും സാത്താൻ നോട്ടം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, സാക്ഷ്യമുള്ള പലരെയും സാത്താൻ പക്ഷേ ഒരു കാര്യം പറയാം, ശൗലിനെ പിടികിട്ടിയില്ല. എത്ര ശ്രമിച്ചിട്ടും ശൗല് കൊല്ലാൻ ശ്രമിച്ചിട്ട് ദാവീദിനെ പിടികിട്ടത്തില്ല. കാരണം ദാവീദിനെ ഭരിക്കുന്നത് വേറെ, ശൗലിനെ ഭരിക്കുന്നത് വേറെ. യേശുവിന്റെ നാമത്തിൽ ശൗലിന്റെ മേൽ ഉള്ളത് താഴെ ഉള്ള ആത്മാവ് ദാവീദിന്റെ മേലുള്ളത് സ്വർഗീയ ശക്തി. എത്ര രക്തം ജയം, വചനം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ആത്മാ വ്യത്യസ്ത തലങ്ങളിലാണ്. അപ്പം ഈ ആത്മാവ് ഒരുവനെ വിട്ടുപോയാൽ എപ്പോഴും ഓർക്കുക, ഇവളുടെ മേലിൽ, അച്ഛന്റെ മേലിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ഈ ദൈവാത്മാവിന് എതിരെ വേറൊരു ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കും. അറിയാലോ, അത് ഏത് ആത്മാവാ? ദൈവത്തിന്റെ ആത്മാവിനെതിരെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ആത്മാവ് ഏതാ? ഉറക്കെ പറഞ്ഞാട്ടെ. ഒരു ഡെമണിക് പവർ എപ്പോഴും നോക്കും. അച്ഛനൊന്ന് ജഡത്തിലിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും ആ ആത്മാവ്. പക്ഷെ അച്ഛൻ അവസരം കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. രക്തത്താൽ ജയം, പരിശുദ്ധാത്മാവിന് നന്ദി. ഇവനങ്ങ് കാത്തിരിക്കുക. ആരാ? ഈ നെഗറ്റീവ് സ്പിരിറ്റ് കാത്തിരിക്കുക. ഒരു ഇച്ചിരി നേരം ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുവോ? ദാവീദ് പോയി ഒറ്റയ്ക്ക് ഇരുന്നില്ലേ? ദാവീദ് ഒറ്റയ്ക്ക്, ഭർത്താവിന്റെ കൂടെ ജോലിക്ക് പോകേണ്ടവള് ജീവന്റെ പ്രശ്നം കണ്ട് വായി നോക്കിയിരുന്നതിന്റെ ഫലവാ അടിച്ചു തട്ടി പുറത്തിറക്കിയത്. മര്യാദയ്ക്ക് ഭർത്താവിന്റെ കൂടെ പോയി കളയ്ക്കുകയോ വല്ല ചേനയോ ചേമ്പോ നീ നട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ ആയോ? വായില് നാക്കുണ്ടോന്ന് കോലിട്ട് അളക്കണം. ആവോ നമ്മളിങ്ങനെ? ഇല്ല. ഭർത്താവിന്റെ കൂടെ ജോലിക്ക് പോകണമായിരുന്നു. സ്വത്രം. ഇവള് പോയില്ല. ആദാം ഒറ്റയ്ക്ക് പോയി. അച്ഛാ ഇന്ന് പോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഇവള് എപ്പോഴെപ്പോഴും വന്ന് എവിടെ വന്ന് നിൽക്കും? കിളിവതിലെ ആ ജീവഫലം നോക്കിയേ. അതെന്താ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ? ഈ മരത്തോട് മാത്രം എന്തിനാ കർത്താവേ? ഒന്ന് കയറാൻ പോലും നീ അനുവാദം തരുന്നു. നോക്കാൻ ഭർത്താവിന്റെ കൂടെ പോയായിരുന്നെങ്കിൽ വേറൊരുത്തർ യുദ്ധത്തിന്, രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് പോവാ. ഇയൊക്കെ അന്ന് ഉറങ്ങണം. സഭയിൽ കിടന്ന് ഉപവാസ പ്രാർത്ഥന നടക്കും. സഭയിൽ ഇനി അടുത്ത ആഴ്ച കണ്ട് ഉപവാസം വരുന്നോ? വരട്ടെ. ഏതെല്ലാം ദാവീദ് വരുന്നത് നമുക്ക് കാണാം. ഈ ദാവീദ് യുദ്ധത്തിന് വരുന്ന പകരം പോയി സുഖമായിട്ട് എന്ത് ചെയ്തു? ഉറങ്ങിയപ്പോ വാതിൽ കിളിവാതിൽ വെളി വന്ന് നോക്കിയപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല. യുദ്ധത്തിന് പോകേണ്ട സമയം നീ പോയായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഇത്രയും കലഹം ഉണ്ടാവും. നമ്മൾ ആരാധനയെ നിസ്സാരമായി, വചനത്തെ നിസ്സാരമായി, ദൈവദാസന്മാരെ നിസ്സാരമായി, ദൈവരാജ്യത്തിന്റെ ശക്തി നിസ്സാരമായി കാണുമ്പോൾ ആമേ സ്വത്രം ഒരിക്കലും കരകയറാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഒരിക്കലും കരകയറാൻ പറ്റാത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത്. ആമേൻ. പിശാചിന്റെ കയ്യിൽ ദൈവാത്മാവ് ഉള്ളവൻ ഒരു നിമിഷം ഞാൻ അച്ഛൻ തലയിൽ എവിടെ ഇരിക്ക? എല്ലാരും സമയം വേറെ പോയി. ദൈവമേ, ദൂതൻ അയച്ചതിന്റെ ബാറ്ററി ഊരിക്കൂടായിരുന്നു. എന്തെല്ലാം ദൂതന്മാർ ചെയ്യുന്നു ദൈവത്തിന്. ഇതിൽ മാത്രം
ഇപ്പൊ അച്ഛൻ ദലീലാന്ന് വിചാരിക്കട്ടെ. ദലീലയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഏത് ആത്മാവാച്ചാ? പരാച്ചാച്ചാ ഏതാ? ശിംശോന്റെ ഉള്ളിൽ വിട്ട് 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 വരും ഇടയ്ക്കിടയ്ക്ക്. സ്ഥിരം പുള്ളിക്ക് നിൽക്കത്തില്ല. വല്ലപ്പോഴും ഒരു പ്രവാചകനൊക്കെ വരുമ്പോഴാണ് ആരാധനയ്ക്കാം. പിന്നെ ചങ്ങന പിന്നെയും തെങ്ങല. ആ മേഖല തൊടുന്നില്ല. ഈ ശിംശോന്റെ മേലെ ഏതാത്മാ വരും? ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാ വരും. ഇവിടെ ഇദ്ദേഹം എന്ന ഒരു ഏജന്റാ. ആരുടെ ഏജന്റാ? ആര് കാശ് കൊടുത്താലും എന്ത് ജോലി ഇവള്. പിന്നെ എടാ നാട് വീട് സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ആരെയും നിങ്ങൾ സൈക്കോളജിക്കലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണുങ്ങൾ ഏറ്റവും അധികമായി സംസാരിക്കുന്നത് പെണ്ണുങ്ങളോടാ. തൊട്ടടുത്ത് ഭാര്യ ഉണ്ടായിട്ട് പോലും എന്താ ഏതാ പെണ്ണും തിരിച്ചങ്ങനെ. ഭർത്താവ് അടുത്തിരുന്ന പോലെ ബ്രദറേ സൈക്കോളജി അങ്ങനെ. വീട്ടിലും അങ്ങനെ. ആൺപിള്ളേർ എപ്പോഴും അമ്മയോടാ, പെൺപിള്ളേര് ഇന്ന് ആരൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. ഗ്ലോറി. ഇപ്പം ഇവിടെ ഈ ദലീലയുടെ മേളിൽ ഒരു ആത്മാവുണ്ട്. ഏതാത്മാവാ? ഡെവിൽ. അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. ഡെവിൽ ആണ് അവളുടെ ഉള്ളിൽ. അതിന്റെ ഉത്തരവാദിത്വം, ഓരോ ഡെവിൽ സ്പിരിറ്റിനും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. വശീകരിക്കണം, ഇവനെ ഉറക്കണം. ഇവക്ക് ശമ്പളമുണ്ട്. ഇവനെ വശീകരിക്കുന്നത് എന്തുണ്ട്? ഇവൾ അവന്റെ വീട്ടിൽ പോയതല്ല, അവൻ ഇങ്ങോട്ടാ വരുന്നത്. ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ഏതാത്മാവ്? മോളെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ്. എവിടെ ചെന്നാ തല വെച്ചത്? എവിടെ ചെന്നാ തല വെച്ചത്? വാ തുറന്ന് പറഞ്ഞാട്ടെ. നിന്റെ തല എവിടെ കൊണ്ടാ വെച്ചേക്കുന്നത്? അവൾ നല്ല വാവോ ആരാരോ. എന്നാ സുഖം അല്ലേ? ജോലി എല്ലാം കഴിഞ്ഞു വന്നപ്പോ ഒരു മടി കിട്ടിയപ്പോഴേ അവൾ ഉറക്കി. ആ ഉറക്കം അങ്ങ് ആഴ്ന്ന ഉറക്കത്തിൽ പോയി. അവൾ നന്നായിട്ട് ഉറക്കി. എന്നിട്ട് ആണ്ടെ ഇത്തരം കോൾ. ഓക്കെ, ഉറങ്ങി കേട്ടോ. എന്താടി നിന്നോട് പറഞ്ഞത്? ഇവന്റെ ശക്തിയെ മുടിയില്ല. മിണ്ടല്ലേ. ഇവനൊന്ന് ഇളകിയ ഇവനൊന്ന് ഇളകിയ പ്രശ്നമാ. അപ്പൊ നോക്കി ഒരു എന്തെങ്കിലും ഒന്ന് താഴെ വീണ പെതുക്കെ എന്തെയ്വാ തലമുടി വെട്ടു. ഈ ഞങ്ങൾ ആണുങ്ങൾ അല്ലേ, നമ്മൾ തലമുടി വെട്ടാൻ പോകുന്ന നേരത്ത് നമ്മൾ ഉറങ്ങിപ്പോത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? വീട്ടിൽ ഉറങ്ങാത്തവർ പോലും ആ മുടി വെട്ടുന്ന നമ്മുടെ തല വെട്ടുമ്പോ അറിയാതെ എന്ത് ചെയ്യും? കണ്ണു തുറന്ന് നോക്കുമ്പോ അപ്പാച്ചി സ്റ്റൈലായിരിക്കും വെട്ടി വെച്ചിട്ട് പോകുന്നത്. കുഴപ്പമില്ല, അപ്പോ ഉറങ്ങി. നമ്മുടെ കുറ്റവാ. ഇവനങ്ങ് ഉറങ്ങി. ഇവന്റെ തലമുടി എല്ലാം എന്ത് ചെയ്തു? വെട്ടി. അതിന് തൊട്ട് മുമ്പ് ഇവൾ ചോദിക്കുന്നു, ശിംശോനെ നിന്റെ ശക്തി ഏതിലാ? പരിശുദ്ധാത്മാവിൽ ഒരു ദൂത ദൈവം തരുന്നു. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ട് രണ്ട് പേര് ഫൈറ്റ് ഉണ്ടാക്കുക അവിടെ. ഒരു മൈൻഡ് ഫൈറ്റ്. എല്ലാവരും പറഞ്ഞ ആ വാക്ക്, മൈൻഡ് വാർ. മനസ്സിനകത്ത് യുദ്ധം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളോട് ചിലർ കാണിക്കത്തില്ലേ? റിലേറ്റീവിന്റെ ഇടയിലല്ലേ ചിലർ. പക്ഷെ നമ്മൾ അവർ കണ്ടിട്ട് എന്ത് ചെയ്യും? പ്രൈസ് ഗാഡ്. ബ്രദർ എന്തുകൊണ്ട് വിശേഷം? ഒരു കാറ് വാങ്ങിച്ചെന്ന് വന്നല്ലേ? വീട് കെട്ടിന്ന് വന്നല്ലേ? പരീക്ഷ വിജയിച്ച് കാണും അല്ലേ? പരീക്ഷ വിജയിക്കാം. സുഖമായിരിക്കുന്നു. ഓ ദാണ്ടിരിക്കുന്നു. എന്തുണ്ട്? പക്ഷെ മൈൻഡിൽ എന്തായിരിക്കും? പറഞ്ഞാട്ടെ. മൈൻഡിൽ ഒരു വാർ, ഒരു യുദ്ധം. ഇവളുടെ സ്നേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഇവന്റെ ശക്തി എന്ത് ചെയ്യണം? കൊള്ളയടിക്കണം. മോഷ്ടിക്കുന്നത് പോലെ അല്ല കൊള്ളയടിക്കുന്നത്. മോഷണം വേറെ, കൊള്ളയടിക്കുന്നത് വേറെ. മോഷണം നാളുകളായുള്ള പ്ലാനാ. കൊള്ളയടിക്കുന്നത് അങ്ങനെയല്ല, ഒറ്റ ദിവസം കൊണ്ടുള്ള പ്ലാനാ. അത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പാസ്റ്റ് മോട്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്ര അനുഭവമുള്ളവരെ പറയത്തുള്ളൂ. ഞാൻ ഒബ്സർവ് ചെയ്ത് പറയാം. പ്രൈസല്ലോ. ഇവിടെ ഇരിക്കുന്ന പലരെയും ശത്രു മോട്ടിക്കുകയല്ല. ഇവിടെ ഈ സഭയിലെ പല കുടുംബങ്ങളെ ശ്രദ്ധിച്ചാൽ എവറി ഇയർ ഒരു സീസൺ പിശാച് ഓരോരുത്തർക്കും വെച്ചിരിക്കും. എല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ ഒന്നേന്ന് എന്ത് ചെയ്യും?
അങ്ങനെ ഓരോ കുടുംബത്തിലും ഒരു സീസൺ വെച്ച് വരുന്ന പിശാച് ഉടനെ രോഗമായിട്ടോ ഒരു ജോലി നഷ്ടമായിട്ടോ ഒരു അനർത്ഥമായിട്ടോ ചില കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പിരിറ്റിന് ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരോട് ചേർന്ന് ദൈവസഭയോട് ചേർന്ന് ദൈവമക്കളോട് ചേർന്ന് കരങ്ങൾ തട്ടി അന്യഭാഷയിൽ ആരാധിച്ച് ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ഇവന്റെ ഉള്ളില് ആത്മാവ് നഷ്ടപ്പെട്ടു പോയപ്പോ ഇവൻ എന്തൊക്കെ ചെയ്യുന്ന അറിയാമോ? വേഗത്തിൽ പറയാം. ആദ്യം എന്ത് ചെയ്തു? മുടി വെട്ടി, കണ്ണ് ഈ കണ്ണ് കാഴ്ച പോയ വിശ്വാസി കണ്ടിട്ടുണ്ടോ? അടുത്തുകൂടെ പാസ് പോയാൽ അറിയത്തില്ല, ഒരു വിശ്വാസി പോയാൽ സ്വോത്രം പറയത്തില്ല. കാഴ്ച പോയി, കൈ പോലും തരാതെ എങ്ങനെ പോകുന്ന കാഴ്ച പോയിരിക്കും. ചർച്ച വരുക, കൈ പോലും തരാ, കാഴ്ച പോയി, കൈ പോലും തരത്തില്ല. അടുത്ത ഒന്നും അറിയുന്നില്ല, ഇത് ഏതോ ലോകത്ത് വന്നിരിക്കുക. കാഴ്ച പോയി, അടുത്തത് എന്തുവാ? കാഴ്ച പോയി, അടുത്തത് എന്തുവാ? മുടി എന്ത് ചെയ്യുക? വെട്ടിക്കഴിഞ്ഞു, കാഴ്ച പോയി. ഇവനെ ചങ്ങലയിട്ട് എന്ത് ചെയ്തു? പറഞ്ഞാട്ടെ, ഈ ചങ്ങലയിട്ട് ബന്ധിച്ചവരെ കണ്ടിട്ട് ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ആരാധിപ്പിൻ, പ്രാർത്ഥിപ്പിൻ. ഗ്ലോറി, സ്തോത്രം, മഹത്വം. പാട്ട് ഈ ഇവിടെ പാടുന്ന പാട്ട് എന്തായിരിക്കും? തീ പോലെ ഇറങ്ങണമേ ആയിരിക്കും. പുള്ളി പാടുന്ന എങ്ങനാ? തീ പോലെ ഇറങ്ങണമേ. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ മഴ പോലെ പെയ്യണമേ. തീയുമില്ല, പുകയുമില്ല, മഴയുമില്ല, ഒരു നനഞ്ഞതുമില്ല. പാട്ട് പാടുവാന്നോ പഠിക്കുവാന്നോ പോലെ അറിയാതെ വന്നതുപോലെ തന്നെ എന്ത് ചെയ്യും? പക്ഷേ ബന്ധിക്കപ്പെട്ടവൻ അകത്ത് കയറുന്നത് ഒരുത്തൻ എന്റെ ബന്ധനം അഴിയണം. അതിനൊരു പ്രവാചകന്റെയോ ഇടയന്റെയോ പ്രാർത്ഥനാ വീരന്റെയോ അടുത്തിരിക്കുന്നു. ഞാൻ ഇന്ന് ആരാധിക്കാൻ പോവാം. ആരാധിക്കാൻ വന്നതിന് എന്താ? പണ്ട് നമ്മൾ ചർച്ചയിൽ പോകുമ്പോൾ എവിടെ പോയി? ആരാധിക്കാൻ പോയത് നീ ആരാധിക്കണം. ആരാധിക്കാൻ പോയത് നീ എന്ത് ചെയ്യണം? ആരാധിക്കണം. ആരാധിക്കുമ്പോ പണ്ട് ഞാൻ കേരളത്തിൽ വരുമ്പോൾ 99 ഒരു പാട്ട് കേട്ടിരിക്കാൻ. സങ്കള അഴിയും വെട്ടുകൾ പൊഴിയും ആരാധനയെങ്കിൽ ബാധകൾ ഒഴിയും കോട്ടകൾ തകർ ഫസ്റ്റ് ഞാൻ കേട്ട മലയാള പാട്ട്. ആത്മനാഥനെ ഞാൻ ആരാധിച്ചപ്പോൾ അപ്പോസ്തല രാത്രികാൽ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം ദ്രോഗന്മാരും ക്ഷീണന്മാരും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തി. ആ പാട്ടൊക്കെ പാടി തീയായിരുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ടാമത് എന്ത് ചെയ്യും? കാഴ്ച പോയി, പിന്നെ എന്ത് ചെയ്യും? കുറച്ചു നേരം എന്റെ കൂടെ നിൽക്കച്ച ബന്ധിച്ചു. ബന്ധനം കഴിഞ്ഞ് എന്ത് ചെയ്യും? കാരാഗ്രഹത്തിന്റെ ഉള്ളിലിട്ടു. അപ്പൊ നഷ്ടപ്പെട്ടവൻ എവിടെ ആയിരിക്കും? കാരാഗ്രഹത്തിന്റെ ഉള്ളില്. ആത്മാവ് നഷ്ടപ്പെട്ടവനെ കാരാഗ്രഹത്തിന്റെ ഉള്ളിലിട്ട അവളെ ആദ്യം ചെയ്ത മാവ് എന്ത് ചെയ്യുക? എന്നാൽ ആത്മാവുള്ളവനെ കാരാഗ്രഹത്തിലിട്ടു. ആരോ ഇന്ന് വായിച്ചു 16-ാം അധ്യായം. കാരാഗ്രഹത്തിലിട്ടപ്പോ അവൻ മാവ് പൊടിച്ചോ? പൊടിക്കാൻ പോലും അവസരമില്ല, കൈയും കാലും എന്തിരിക്കുക. യവനൊന്ന് പൊടിച്ചു. എന്തോ പൊടിച്ചു? പാട്ട് പൊടിച്ചു, ആരാധിച്ചൊന്ന് പൊടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആരെങ്കിലും കാരാഗ്രഹത്തിൽ, നിങ്ങളെ ഇന്ന് ജയിലിൽ പിടിച്ചിട്ട് പോയി, നിങ്ങൾ പോയി അവിടെ പോയിട്ട് യേശു പ്രാണപ്രിയൻ പാടുവോ? നമ്മൾ ഇവിടുന്ന് പലതും പറയും. അവിടെ പോയി നമ്മൾ എന്തിനാ ദൈവമേ എനിക്ക് മാത്രം ഈ ശോധന, എന്തിനാ ഈ കാരാഗ്രഹം, കർത്താവേ എന്തിനാ എന്റെ ജീവിതം? ദൈവത്തെ ശപിക്കുന്നതിന് പകരം ഇവിടെ ഇരിക്കുന്നവർ പാടുന്നു. നേരെ ഓപ്പോസിറ്റ്. ദൈവത്തെ നിന്ദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? പ്രതികൂലത്തിന് നടുവിൽ ഈ കുരുവി എന്ത് ചെയ്യുക? ഈ പ്രതികൂലത്തിന് നടുവിൽ ഇണപ്രാവ് ജയം. ഈ പ്രതികൂലത്തിന് നടുവിൽ ഈ ഇണപ്രാവ് കുറുകി മനവാളനെ നോക്കി സ്തോത്രം ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ അവ ഈ തിരമാല ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിന്റെ കാരാഗ്രഹത്തിൽ എത്ര അടിത്തട്ടിലിട്ടാലും ദൈവത്തിന്റെ കരുതലിന്റെ കൂടെയുണ്ടോ, നീ നിശ്ചയം പുറത്തു വരും. പറഞ്ഞു നിർത്തട്ടെ. മാർച്ച് മാസം എല്ലാരും പറഞ്ഞാട്ടെ. ഈ മാർച്ച് 30 തീരും മുമ്പ് ഇന്ന് ആരാധനയ്ക്ക് ഈ കട്ടളപ്പടി കട്ടളപ്പടി എന്ത് എല്ലാം അടച്ചുപൂട്ടി. ഈ കട്ടളപ്പടിയിൽ നിന്ന് വന്ന ഓരോരുത്തരും, മോൻ ഉൾപ്പെടെ
മോൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, കർത്താവേ ഇന്നത്തെ ആരാധന കഴിഞ്ഞു, എന്നെ നീ നിയന്ത്രിച്ചോണം. എൻ്റെ ഭർത്താവിൻ്റെ കാലുകളെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നാവിനെ, എൻ്റെ കുടുംബത്തെ അങ്ങ് എടുക്കണം. നീ ആത്മാവിനോട്, അല്ല ഫിലിപ്പോസിനോട് പറയാ, ആ തേരിനോട് ചേർന്ന് നട. നീ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയാൽ ആമേ നിനക്ക് ചില ശുശ്രൂഷകൾ ദൈവം തരും. നിന്നെ ചുമന്നു കൊണ്ടുപോകും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, 14 കാര്യങ്ങൾ ഈ ആരാധന, 14 കാര്യങ്ങൾ ഈ മാർച്ച് 30 നടക്കാൻ പോവാ. രക്തത്താൽ ജയം 16 കാര്യങ്ങൾ നടക്കാൻ പോവാ. വീണ്ടും ഞാൻ ആവർത്തി, എത്ര കാര്യം വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ കുറിച്ചിട്ടോ, അന്ന് പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം. 16 കാര്യം നിനക്കുള്ളത് നുള്ളിക്കോ. യേശുവിൻ നാമത്തിൽ വിശന്നിരിക്കുന്നവന് ഇര തരുന്ന നല്ല ദൈവം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കഠിനമായ രോഗങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. ചില സർജറികളെ ദൈവം ക്യാൻസൽ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. അമ്മ ചെക്കപ്പിന് പോകുമ്പോൾ അങ്ങനെ ഒരു മുഴ, അങ്ങനെ ഒരു വിഷയം അവിടെ കാണത്തില്ല യേശുവിന്റെ നാമത്തിൽ. രക്തത്താൽ പ്രാപിക്ക്. ഒരു പക്ഷേ ഈ ദൂത് നിനക്കായിരിക്കത്തില്ല, നിന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്റെ രക്തബന്ധങ്ങൾക്കോ ആയിരിക്കും. ഏറ്റെടുക്ക്. രണ്ടാമത്തത്, ഈ സ്തോത്ര പ്രാർത്ഥന കഴിയുമ്പോൾ രണ്ടാം പ്രവചനം, ഞാൻ എന്റെ ജനത്തിന്മേൽ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. ജ്ഞാനം, യഹോവ ഭക്തി, ജ്ഞാനത്തിന്റെ ആരംഭം യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജ്ഞാനം, വിദ്യാഭ്യാസത്തിനുള്ള ജ്ഞാനം, ശത്രുവിനെ ജയിക്കുവാനുള്ള ജ്ഞാനം, ലോകത്തെ ജയിക്കുവാനുള്ള രാജ്യം, പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള ജ്ഞാനം ദൈവം തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമത്തത്, ഈ സ്തോത്ര പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആരാധിക്കുന്നവനെ ഡിസ്കറേജ് ചെയ്യുന്ന നെഗറ്റീവ് എനർജീസ് എല്ലാം പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളെ തളർത്തുന്ന വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവം നിങ്ങൾ പോസിറ്റീവ് എനർജി തന്ന്, പോസിറ്റീവ് തോട്ട്സ് തന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശത്രുക്കൾ കാണുക, നിങ്ങളെ നിർത്താൻ പോകുക. നാലാമത്തത്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പിതൃദേശത്തു നിന്ന്, മാതൃദേശത്തു നിന്ന് നന്മയുടെ വർത്തമാനം നിങ്ങളുടെ കാതുകൾ കേൾക്കാൻ സമയമായി. വിശ്വാസമുള്ളവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ നന്ദി പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം ദേശത്തിൽ നിന്ന്, തെക്ക് ദേശത്തിൽ നിന്ന് വിടുതലിന്റെ സ്വരം കേൾപ്പാൻ സമയമായി. കരങ്ങൾ തട്ടി തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്തത്, സശ്രദ്ധം ശ്രമിച്ചാട്ടെ. അഞ്ചാമത്തത്, യേശുവിന്റെ നാമത്തിൽ കുടുംബ ജീവിതത്തിലൂടെ കടന്നുപോയി ഉടഞ്ഞുപോയ ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഈ ആരാധന കഴിയുമ്പോൾ ചില ബഡ്ഡിംഗ് ഒക്കെ ഇതിനകത്ത് നടക്കും യേശുവിന്റെ നാമത്തിൽ. അവൻ മറ്റൊരു പാത്രമാക്കി അതിനെ മാറ്റും. ഇരമ്യാവ് 18:1, കുശവൻ ആ കളിമണ്ണിനെ മറ്റൊരു പാത്രമാക്കി മാറ്റി യേശുവിന്റെ നാമത്തിൽ. ഉടഞ്ഞുപോയ കുടുംബജീവിതം, തകർന്നുപോയ കുടുംബജീവിതം, ഇനി എന്റെ ജീവിതത്തിൽ ഒരുവരും വേണ്ട, ഒരുത്തിയും വേണ്ട എന്ന് തീരുമാനമെടുത്ത ചിലത് തീരുമാനത്തെ മാറ്റി തക്കതായ തുണകളെ തന്ന് ദൈവം അവരെ മാനിക്കാൻ പോകുക. രക്തത്താൽ ജയം. ആറാമത്തത്, വിശ്വാസത്തിന്റെ നായകനും, എല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വാസത്തിന്റെ നായകനും ഈ ആരാധന കഴിയുമ്പോൾ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ, അത് ഭവനത്തിന്റെ പണികൾ എന്തോ ആകട്ടെ, കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ, ആ പ്രശ്നത്തെ പൂർത്തീകരിക്കാൻ പറ്റാതെ, ആ തെറ്റിദ്ധാരണയെ പൂർത്തീകരിക്കാൻ പറ്റാതെ, എന്ന് ഇതിന് അവസാനം വരുമെന്ന് ഏതെങ്കിലും ഭാഗത്തിൽ, ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ആരെങ്കിലും ആകുലത്തിൽ ഇരിക്കുന്നെങ്കിൽ ദൈവം ഈ ദിവസങ്ങൾ ചിലതിനെ പൂർത്തീകരിക്കും യേശുവിന്റെ നാമത്തിൽ. ചില വിഷയത്തിന്റെ അവസാനങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ പോകുക. കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മക്കൾ വിടുവിക്കപ്പെടുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. അതിന്റെ പൂർത്തീകരണം ദൈവം ചിലതിനെ പൂർത്തീകരിക്കാൻ പോകുകയോ ദൈവം ചിലതിനെ പൂർത്തീകരിക്കാൻ പോകുകയോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഏഴാമത്തത്, ഈ സ്തോത്ര പ്രാർത്ഥന കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, മനുഷ്യരുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന വിവേചന ശക്തി ഇവിടെയുള്ള യൗവനക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് തരാൻ പോകുക. മനുഷ്യന്റെ ഹൃദയത്തെ, റോങ് പേഴ്സൺ, നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തി, പാപത്തിൽ ജീവിക്കുന്നവരെ, പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരെ തിരിച്ചറിയുന്ന ഒരു അഭിഷേകം, പാപത്തെ തിരിച്ചറിയുന്ന ഒരു അഭിഷേകം, പാപത്തെ, ലോകത്തെ തിരിച്ചറിയുന്ന ഒരു സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരാൻ പോകുക.
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എട്ടാമത്തത് ഈ സ്തോത്ര പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ സ്തോത്രം 2026 വിവാഹ പ്രായമായ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. വിവാഹ പ്രായമായ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കാൻ പോകുന്നു. വരാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥന ജനത്തിന് ഒരു വഴിത്തിരിവായി മാറുകയാ. ആമേൻ. ആമേൻ. വരുന്ന വിവാഹ ആലോചനകൾ ശത്രു മുടക്കി കളയുമ്പോൾ ആർക്കും മുടക്കുവാൻ കഴിയാത്ത വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. Praise the Lord. ഒൻപതാമത്തത് എന്റെ ജനമേ നീ കേൾക്കുക. ഒൻപതാമത്തത് ആമേ കഷ്ടപ്പെട്ട് 13, 10, 20 വർഷം നീ ഇവിടെ വന്ന് അധ്വാനിച്ച് നിന്റെ നന്മയെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷിച്ച് ആമേ തിരികെ തരാത്ത ശത്രുക്കൾ, തിരികെ തരാത്ത കൈകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ അധ്വാനത്തിന്റെ ഫലം ഈ ദേശത്തിൽ വിഴുങ്ങിക്കളയുന്ന ശത്രു ഈ ആരാധന കഴിയുമ്പോൾ നിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്റെ വീട്ടിൽ വരും, നിന്റെ കയ്യിൽ വരും യേശുവിന്റെ നാമത്തിൽ. നിന്റെ അധ്വാനത്തിന്റെ ഫലം, നിന്റെ ആമേ പ്രാർത്ഥനയുടെ ഫലം, നീ വിതച്ചത്, നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് അത് വല്ലവന്റെ വീട്ടിൽ ഇരിക്കത്തില്ല. അത് നിന്റെ വീട്ടിൽ തന്നെ വരും. അത് നിന്നെ തേടി തന്നെ വരും. ഹല്ലേലൂയ. പത്താമത്തത് ദൈവാത്മാവിനെ കാണിക്കുന്ന പത്താമത്തത് ഈ അടുത്ത ദിവസങ്ങളിൽ ചിലരുടെ വാഹനങ്ങളെ ശത്രു അടിച്ചുകൊണ്ടിരിക്കുക. വാഹനങ്ങളെ മുട്ടുക, വാഹനങ്ങളെ തടയുക. വാഹനം നന്നായി ഓടിക്കുന്നവൻ പോലും ആമേ വാഹനങ്ങളെ കൊണ്ട് ഇടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. വാഹന അപകടത്തിന്റെ ആമേ പൈശാചിക പോരിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ആ വ്യക്തിയെ വിട്ട് മാറിപ്പോ പിശാചേ. ആ വ്യക്തിയെ വിട്ടുപോ യേശുവിന്റെ നാമത്തിൽ. അവന്റെ ജീവിതം, അവന്റെ തലമുറ, അവന്റെ കുടുംബം അവൻ വാഹന അപകടം വരുത്തുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ അധികാരമേ നിന്നെ ക്യാൻസൽ ചെയ്യുക. മാറിപ്പോക. രക്തത്താൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. 11 പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇനിയും ഇതിനകത്ത് ആടുകൾ നിറയും, ഇനിയും ഇതിനകത്ത് ആടുകൾ നിറയും, ഇനിയും നിറയും, ഇനിയും നിറയും, ഇനിയും നിറയും. ഈ ആണ്ടിൽ പരിശുദ്ധാത്മാവ് ഇനിയും ആത്മാക്കളെ അകത്ത് കൊണ്ടുവരും. അതിന് ആരുടെയും സഹായം ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. ദൈവം തന്റെ ജനത്തെ ഇതിനകത്ത് കൊണ്ടുവരും. രക്തത്താൽ, വചനത്താൽ ജയം. ആടുകളെ ദൈവം ഇവിടെ കൊണ്ടുവരും. ദൈവം ആടുകളെ ഇവിടെ കൊണ്ടുവരും. കൂട്ടമായി, കുടുംബമായി ആടുകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ആടുകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. 12 യേശുവിന്റെ നാമത്തിൽ പ്രോപ്പർട്ടി സംബന്ധമായി, നിയമപരമായി ഈ ദേശത്തിൽ വന്നിട്ട് 2 കാര്യം അതിന് ആമുഖം. 12 2 കാര്യം. ഒന്ന് പ്രോപ്പർട്ടി സംബന്ധമായിട്ട്, 2 നിയമപരമായ ചില കാര്യങ്ങളുടെ മുമ്പിൽ ഭാരത്തോടെ ഈ നിയമത്തെ ഞാൻ എപ്പോൾ ജയിക്കും. നിയമപരമായ പ്രശ്നം, സിവിൽ സംബന്ധമായ കാര്യങ്ങളുടെ മേൽ ഒരു പൂർണ്ണ ജയം ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തിന്റെ ഇടയിൽ ചിലർക്ക് ആമേൻ നൽകുവാൻ ഉദ്ദേശിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ചില കേസുകളെ ദൈവം ക്യാൻസൽ ചെയ്യുകയാ, എടുത്തു മാറ്റുകയാ. യേശു വലിച്ചഴക്കുന്ന കേസുകളുടെ ആമേൻ തന്റെ ഭക്തന്റെ ആശ്വാസവും സമാധാനവും നൽകി ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാ. 14 ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു ആമേൻ സ്തോത്രം. ചില കുടുംബ ജീവിതം, ഭാര്യ ഭർത്താവിന് ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, കൊച്ചു കാര്യങ്ങൾ പോലും ആമേൻ ക്ഷമിപ്പാനോ സഹിക്കാനോ പറ്റാത്ത രീതിയിൽ പരസ്പരം കലഹമുണ്ടാക്കുന്ന ചില കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ആ കലഹത്തിന്റെ ആത്മാവിനെ ദൈവദാസന്മാർ എന്നോട് ചേർന്ന് ഒന്ന് ശാസിക്കണം യേശുവിന്റെ നാമത്തിൽ. എന്നോട് ഒന്ന് ചേർന്ന് ആമേൻ. എന്നെ ഒറ്റയ്ക്ക് വിടല്ലേ അഭിഷക്തന്മാരെ, എന്നെ ഒറ്റയ്ക്ക് വിടല്ലേ അഭിഷക്തന്മാരെ. നമുക്ക് ഒരുമിച്ച് അതിനെ ഛേദിക്കാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പനെയും അമ്മയെയും തെറ്റിക്കുന്ന, സഹോദരങ്ങളെ തെറ്റിക്കുന്ന, അമ്മ ഭാര്യ ഭർത്താവിനെ തെറ്റിക്കുന്ന ആ നെഗറ്റീവ് പ്രസൻസ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവം യോജിപ്പിച്ചതിന് വേർപിരിക്കാൻ നോക്കുന്ന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിർവീര്യമാക്കുകയാണ്. ദൈവം യോജിപ്പിച്ച കുടുംബ ജീവിതത്തെ, ദൈവം കൂട്ടി യോജിപ്പിച്ച കുടുംബത്തെ, ദൈവം കൂട്ടി യോജിപ്പിച്ച കുടുംബങ്ങളെ തകർക്കുന്ന ശക്തികളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. The name of Jesus. Amen. Amen. യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ശക്തി, മാതാപിതാക്കളെ, മരുമക്കളെ, അമ്മാവിയമ്മയെ, അമ്മ കൊച്ചുങ്ങളെ അനുസരണക്കേടിന്റെ ആത്മാവിനെ നിറയ്ക്കുന്ന, കുടുംബത്തിനകത്ത് കുടിയേറി പാർക്കുന്ന ശക്തികൾ, വീട്ടിനകത്ത് കുടിയേറി പാർക്കുന്ന ശക്തികൾ, തമ്മിലടിപ്പിക്കുന്ന ശക്തി, കലഹമുണ്ടാക്കുന്ന ശക്തി, ആ ഈഗോ സ്പിരിറ്റ്, ആ സംശയ പിശാച്, യേശുവിന്റെ നാമത്തിൽ പിശാച് ഇന്ന്
പകൽ നിന്നെ ഞങ്ങൾ വെട്ടുകയോ യേശുവിന്റെ നാമത്തിൽ ആ സംശയ പിശാച്, ആ ഇരുമനസ്, ആ അധികാരം യേശുവിന്റെ നാമത്തിൽ വെട്ടുക. ലാബ്രാഖാസിയാന്ത. 15-ാമത്തത്, ഞാൻ എൻ്റെ ജനത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. എൻ്റെ ജനത്തിന്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവർ ഉണരും, അവർ ആത്മാവിൽ ഉണരും. എൻ്റെ ജനം ദർശനം കാണും, പ്രവചിക്കും. ഈ ആണ്ട് ചില അനർത്ഥ ശ്രുതികളെ എൻ്റെ ജനം കേട്ടാലും അവരുടെ അടുത്ത് വരാതെ വണ്ണം ഞാൻ അവരുടെ നടുവിൽ തീമതിലായിരിക്കുമെന്ന് ആത്മാവ് ആലോചന പറയുന്ന. മുട്ടിൽ തേയ്മാനമില്ലാത്തവർ മുഴങ്കാലിൽ മടങ്ങിക്കട്ടെ. മുട്ടിൽ തേയ്മാനമില്ലാത്തവരെല്ലാം മുഴങ്കാലിൽ ഇരുന്നാട്ടെ.